2025 ജൂണിൽ നടന്ന കേറ്ററ്റ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. മനുഷ്യൻ എല്ലായ്പ്പോഴും സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നതിനും അവരെ മനസ്സിലാക്കുന്നതിനും അവരുടെ പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനുമുള്ള കഴിവ് അങ്ങനെ അവൻ ആർജിച്ചു. ഇതേത് തരം ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇതിലുള്ള ശരി നിങ്ങൾ നോക്കണ്ട, തെറ്റായിരിക്കാം. കാരണം നമുക്ക് പിള്ളേരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്, അതുകൊണ്ട് തന്നെ അതിന് തെറ്റുകൾ വരാം. നിങ്ങളത് നോക്കണ്ട. ഓക്കെ, അപ്പം അതെന്ത് തരം ബുദ്ധിയുമാണ്? ആന്തരിക വൈദ്യ ബുദ്ധിയാണോ, അതോ വ്യക്തിയാന്തര ബുദ്ധിയാണോ, അസ്തിത്വപരമായിട്ടുള്ള ബുദ്ധിയാണോ, പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധിയാണോ? ഏതാണ്? ഉറപ്പാണോ? ഓക്കെ, ഓപ്ഷൻ പറഞ്ഞത് ശരിയാണ്. വ്യക്തിയാന്തര ബുദ്ധിയാണ് കറക്റ്റ് ആൻസർ. എന്തുകൊണ്ട് വ്യക്തിയാന്തര ബുദ്ധിയായെന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇത് കണ്ടുപിടിച്ചത് ആരാ? ഈ ബുദ്ധികളെല്ലാം കണ്ടുപിടിച്ചത് ആരാ? പോയി, കയ്യിൽ നിന്ന് പോയി. ആരാ കണ്ടുപിടിച്ചത്? പറഞ്ഞേ. ഏത് ഗാർഡനർ? ഹൊവാർഡ് ഗാർഡനർ. യെസ്, ഹൊവാർഡ് ഗാർഡനറാണ് കണ്ടുപിടിച്ചത്. ഹൊവാർഡ് ഗാർഡനർ കണ്ടുപിടിച്ച എത്ര ബുദ്ധികളുണ്ടായിരുന്നു കണ്ടുപിടിച്ചതിൻ്റെ അകത്ത്? 9 എണ്ണം ഉണ്ടായിരുന്നു, ശരിയല്ലേ? അതിലെ 4 എണ്ണമാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ശരിയാണ്, അതിലെ 4 എണ്ണം ഇവിടെ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ശരിക്കും കണ്ടോ, സാമൂഹികതയ്ക്ക് ഊന്നൽ നൽകുന്നു. ആര്? മനുഷ്യൻ. അതുപോലെ തന്നെ ഈ ഒരു വാക്ക് ശ്രദ്ധിക്കണം കേട്ടോ, മറ്റുള്ളവരുമായി ഇടപഴകുന്നു, അവരെ മനസ്സിലാക്കുന്നു, പെരുമാറ്റങ്ങൾ വ്യാഖ്യാനിക്കുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യനൊരു സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ മനുഷ്യൻ മറ്റുള്ളവരുമായിട്ട് ഇടപെടണം, അതുപോലെ തന്നെ അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കണം, അവരുടെ നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കണം. അതുകൊണ്ട് തന്നെ അവിടെ വരേണ്ടത് എന്താണ്? വ്യക്തിയാന്തര ബുദ്ധിയാണ് അവിടെ ഉത്തരമായിട്ട് വരേണ്ടത്, മറ്റൊന്നോട് ഉത്തരമായിട്ട് വരത്തില്ല. ചിലരെങ്കിലും ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക വൈദ്യബുദ്ധി അല്ലെങ്കിൽ ഇൻ്റർപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻട്രാപേഴ്സണൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞ കാര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് ആവത്തില്ല എന്ന് ചോദിച്ചാൽ, ഇവിടെ ഒരു ആളുടെ കാര്യമല്ല പറയുന്നത്. ഇൻ കേസ് ഒരാളുടെ കാര്യം മാത്രമാണ് പറഞ്ഞതെങ്കിൽ ആന്തരിക വൈദ്യബുദ്ധി വന്നേനെ. ഇവിടെ പറഞ്ഞത് മനുഷ്യൻ സമൂഹ ജീവി ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ഇടപെട്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് ഇവിടെ വന്നത് വ്യക്തിയാന്തര ബുദ്ധിയായിട്ട് വന്നത്. ഇനി ബാക്കിയുള്ള ബുദ്ധികൾ നമ്മൾ നേരത്തെ പഠിച്ചാണ്. അത്യസ്തപരമായിട്ടുള്ള ബുദ്ധി പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എക്സിസ്റ്റിന് ശേഷം, അതായത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് ജീവിക്കുന്ന പേരാണ് അത്യസ്തപരമായിട്ടുള്ള ബുദ്ധി. ഇനി പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി എന്ന് പറഞ്ഞാലോ, നമുക്കറിയാം കൃഷിക്കാരിലും അതുപോലെ തന്നെ നമ്മുടെ ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയെ കൂടുതലായിട്ട് സ്നേഹിക്കുന്നതിനുമുള്ള ഒരു ബുദ്ധിയാണ് പ്രകൃതിപരമായിട്ടുള്ള ബുദ്ധി. സോ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇത് കൂടാതെ ബാക്കി 6 എണ്ണം കൂടി ഉണ്ട് കേട്ടോ, 6 അല്ല 5 എണ്ണം കൂടിയുണ്ട്. അതും ഏതൊക്കെയാണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. നമ്മുടെ എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ, നമ്മുടെ ഭാഷാപരമായിട്ടുള്ള ബുദ്ധി, യുക്തി ചിന്താപരവും ഗണിതപരമായിട്ടുള്ള ബുദ്ധി, ദൃശ്യസ്ഥലപര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, അതുപോലെ തന്നെ സംഗീതപരമായിട്ടുള്ള ബുദ്ധി. ഇത്രയാണ് ബാക്കിയുള്ള ബുദ്ധികൾ. ആ ബുദ്ധികളും അടുത്ത തവണ വേണമെങ്കിൽ ചോദിക്കാം, നോക്കിയിട്ട് പോവുക. അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുന്ന ഒരാളുടെ എക്സാമ്പിൾ എന്നിട്ട് ഇദ്ദേഹത്തിലുള്ളത് ഏത് തരം ബുദ്ധിയാണെന്ന് വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടിക്കാലത്തെ ഏതു കാലഘട്ടത്തെയാണ് കളിപ്പാട്ടങ്ങളുടെ കാലം എന്ന് മനഃശാസ്ത്രമായി വിശേഷിപ്പിക്കുന്നത്? കളിപ്പാട്ടങ്ങൾ കുട്ടികളായിട്ട് ഉപയോഗിച്ച് തുടങ്ങുന്നത് ഏത് കാലത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കൂടുതലായിട്ടും കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്നത് ഏത് കാലത്തിലാണ്? ആദ്യബാല്യം അല്ലേ? ആദ്യബാല്യത്തിലാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. ഈ ആദ്യബാല കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കായിരിക്കും കളിപ്പാട്ടത്തിലോട് കൂടുതൽ താല്പര്യം ഉണ്ടാവുന്നത്. അതായത് ഏകദേശം ഒരു 3 തൊട്ട് 6 വയസ്സ് വരെ ഉള്ള കാലഘട്ടത്തിലായിരിക്കും ഈ പറഞ്ഞ കളിപ്പാട്ടത്തോടുള്ള കാലം തുടങ്ങുന്നത്. ഇനിയും ശൈശവത്തിൽ എന്തായിരിക്കും കൂടുതലായിട്ടുള്ള ആഗ്രഹം? സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുക, അതായത് തന്നെ മറ്റുള്ളവർ സ്നേഹിക്കണം, തൻ്റെ ആവശ്യങ്ങളൊക്കെ നിറവേറണം എന്നുള്ള ചിന്തയാണ് ശൈശവത്തിലുള്ളത്. അതുപോലെ തന്നെ ഈ വിരൽ ഞപ്പുക അല്ലെങ്കിൽ എന്ത് കിട്ടിയാലും വായിലിട്ട് കടിക്കാനുള്ള പ്രവണത എപ്പോഴും അത് ഏത് കാലഘട്ടത്തിലുള്ളത്? ശൈശവത്തിലുള്ളത് കേട്ടോ. പിന്നെ ചെറിയ ചെറിയ താ, ഉ, ആ, പ എന്നൊക്കെയുള്ള ചെറിയ ചെറിയ വാക്കുകൾ ഉദ്ദേശിക്കുന്ന ഈ പറഞ്ഞ ശൈശവത്തിലാണ്. ഇനി പിൽക്കാല ബാല്യഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് കുട്ടികൾ പതുക്കെ നടക്കാനും എഴയാനും ഓടാനും ചാടാനും കോണിപ്പുഴ കയറാനും ഒക്കെയുള്ള കാര്യത്തിലേക്ക് വരുന്നത്. മിഡിൽ നിന്ന് ഇത് രണ്ടിൻ്റെ നടുക്കിരിക്കുന്ന കാലഘട്ടം ഒരു കൺഫ്യൂസിങ് സ്റ്റേജാണ് കുട്ടികൾക്കുള്ളത്. കുട്ടിയാണോ എന്നാൽ മുതിർന്ന ആളുകളാണെന്ന് ചോദിച്ചാൽ പ്രശ്നമാകുന്ന കാലഘട്ടം കേട്ടോ. അപ്പോൾ ആ കാലഘട്ടമാണ് മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഉത്തരം വരേണ്ടത് ആദ്യ ബാലകാലമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളിൽ ഭാഷാ നൈപുണ്യങ്ങൾ ഉറപ്പാക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും ശരിയായിട്ടുള്ള പ്രവർത്തനക്രമം?
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഒരുപാട് ചോദ്യപേപ്പർ ചോദിച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് വന്ന പരീക്ഷയിൽ ഇത് വന്നതാണ്. ഏതാണ്? ശ്രവണം, ഭാഷണം, ലേഖന, വായനയാണോ? അതോ ശ്രവണം, ലേഖനം, ഭാഷണം, വായനയാണോ? അതോ ശ്രവണം, ഭാഷണം, വായന, ലേഖനമാണോ? അതോ ശ്രവണം, വായന, ലേഖനം, ഭാഷണമാണോ? ഏതാണ്? സി ആണ്, കറക്റ്റാണ് കേട്ടോ. എന്താണ്? LSRW അല്ലേ? നമ്മളെപ്പോഴും പറയുന്നൊരു വാക്കാണ്. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ് ആൻഡ് റൈറ്റിംഗ് കേട്ടോ. ആ വാക്ക് ഓർത്തിരിക്കണം. ഇത് ഇംഗ്ലീഷിലും ചോദിക്കും, മലയാളത്തിലും ചോദിക്കും കേട്ടോ. അതുപോലെ തന്നെ സൈക്കോളജിക്കകത്തും ചോദിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ. സോ നോക്കിയിട്ട് വേണം പോകാൻ. നമ്മുടെ കുട്ടികളിൽ ഭാഷാ നൈപുണ്യം അല്ലെങ്കിൽ കുട്ടികളിൽ ഉണ്ടാകുന്ന അക്വയറിങ് എ ലാംഗ്വേജ് സ്കിൽ ത്രൂ ഏതാണ്? നമുക്കറിയാം കോമ്പിറ്റൻസി കിട്ടുന്നത് എപ്പോഴും LSRW വഴിയാണ്. LSRW കേട്ടോ. അതിൻ്റെ ഷോർട്ട് ഫോമാണ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിങ്, റൈറ്റിംഗ്. ഒരു തവണ ഇതിൻ്റെ ഫുൾ ഫോമും ചോദിച്ചായിരുന്നു. വാട്ട് ഈസ് ദി ഫുൾ ഫോം ഓഫ് LSRW? ഫുൾ ഫോം ഓർത്തിരിക്കണം. ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് കേട്ടോ. ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ആദ്യം കുട്ടികൾ ശ്രവിക്കണം, അതായത് കേൾക്കണം. എന്നിട്ട് അത് കേട്ട് സംസാരിക്കണം, അത് കേട്ട് പറയണം, അതിനുശേഷമേ എഴുതാവുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് പ്ലേ സ്കൂളിൽ നമ്മൾ കൂടുതലും ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് കൂടുതൽ നൽകുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടായിട്ടാണ് കിടക്കുന്നത്, കുഴപ്പമില്ല, സൂം ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ കാണാമല്ലോ അല്ലേ? ഓക്കെ, കുഴപ്പമില്ലല്ലോ, കാണുന്നതിന് കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആയില്ലേ? ചെറുതാക്കാം. ഓക്കെ റെഡി. നോക്കിയേ, വികാസവുമായി ബന്ധപ്പെട്ട് ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എനിക്കൊക്കെ വരുന്നൊരു തെറ്റായിരുന്നു, അറിയാവുന്ന കാര്യങ്ങൾ കൊണ്ട് തെറ്റിക്കുക. കാരണം നമ്മളിത് വായിക്കുമ്പോൾ ശരിയായ പ്രസ്താവന, ശരിയല്ലാത്ത പ്രസ്താവന എന്ന് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ആദ്യമേ വികാസം അനുസ്യൂതമാണ്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്, വികാസം പ്രവചനീയമാണ്, വികാസം രേഖീയമാണ്. വായിച്ചു നോക്കുക, നമ്മൾ ശരിയായിട്ടുള്ളവരണം കുത്തിയിട്ട് നമ്മളെ വഴിക്ക് പോകും. പക്ഷേ അങ്ങനെയല്ല. എപ്പോഴും ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം, ശരിയല്ലാത്ത പ്രസ്താവന കേട്ടോ. ചിലപ്പോൾ ചോദിക്കും ശരിയായ പ്രസ്താവന. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തൊരു ഗുണമുണ്ട്, ഈ ശരിയല്ലാത്ത അല്ലെങ്കിൽ ശരിയായത് എന്നുള്ളത് ഇപ്പോഴും ബോൾഡായിട്ടായിരിക്കും കാണിക്കുക. ഒരു കംപ്ലയിൻറ്റ് റേസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ താഴോട്ടുള്ള ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. ഇതുപോലെ ശരിയായത് ഏത് അല്ലെങ്കിൽ ശരിയല്ലാത്ത ഏത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അതിനൊരു ബോൾഡ് മാർക്കാണ്. ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും, ഒരു ബോൾഡ്, അതായത് ഇച്ചിരി കറപ്പിച്ചായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളത് ഫോക്കസ് ചെയ്ത് നോക്കണം ഏതാണ് ചോദ്യമെന്ന്. അപ്പോൾ ഈ പുതിയതായിട്ട് വന്ന ക്വസ്റ്റ്യൻ പേപ്പറുള്ള പ്രത്യേകതയാണ്, ഇങ്ങനെ ശരിയായതും ശരിയല്ലാത്തതും ഉള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും കേട്ടോ. അത് ബോൾഡിലായിരിക്കും കാണപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ശരിയല്ലാത്തതാണ്. നോക്കിക്കേ, വികാസം അനുസ്യൂതമാണെന്ന് പറയുന്നതാണോ, അതോ വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു പറയുന്നതാണോ, അതോ വികാസം പ്രവചനീയമാണെന്ന് പറയുന്നതാണോ, അതോ വികാസം രേഖീയമാണെന്ന് പറയുന്നതാണോ ശരിയല്ലാത്ത പ്രസ്താവന? നിങ്ങൾ ഓൾറെഡി ഉത്തരം പറഞ്ഞു. ഓപ്ഷൻ ഡി ആണ്, വികാസം രേഖീയമാണ്. നമുക്കറിയാം കുട്ടികളിൽ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് വികാസം, രണ്ട് വികാസവും അതിൻ്റെ കൂടെ വളർച്ചയും കേട്ടോ, മിടുക്കി. അപ്പോൾ വളർച്ചയും വികാസവും. അപ്പോൾ ഈ വളർച്ചയും വികാസവും വെച്ച് നോക്കുമ്പോൾ വളർച്ചയ്ക്കാണോ വികാസത്തിനാണോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? ആർക്കാണ് കൊടുക്കേണ്ടത്? വികാസത്തിനാണ്. കറക്റ്റാണ് കേട്ടോ. നമ്മൾ പഠിച്ചു വികാസം എന്ന് പറയുന്നത് എന്താണ്? പഠനത്തോടു കൂടി മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷേ വളർച്ച അങ്ങനെയല്ല, എപ്പോൾ വേണേലും നടക്കാം. ശരിയല്ലേ? ഒരു കൊച്ച് ജനിച്ച് മണ്ണിലേക്ക് വീണാൽ ആ കൊച്ച് നമ്മളറിയാതെ തന്നെ വളർന്നോളും. ശരിയല്ലേ? പക്ഷേ ആ കൊച്ചിന് എന്ത് അറിവ് അല്ലെങ്കിൽ എത്രമാത്രം വികസിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരവില്ല. പക്ഷെ അവൻ്റെ വളർച്ച നമുക്ക് നോക്കിയോ, വെയിറ്റ് നോക്കിയോ, പൊക്കം നോക്കിയോ, ഭാരം നോക്കിയോ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ വികാസം നമുക്ക് അളക്കാൻ പറ്റത്തില്ല. അപ്പോൾ നോക്കിയാൽ വികാസം അനുസ്യൂതമാണെന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ശരിയാണ്. കാരണം നമുക്കറിയാം അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നൊരു പ്രോസസ്സാണ്. ഫ്രം ബർത്ത് ടു ഡെത്ത് ആണ് ആ പ്രോസസ്സ് നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനിച്ച് അല്ലെങ്കിൽ അമ്മയുടെ വയറ്റിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ മരണശൈലിയിൽ പോലും എന്തുണ്ടെന്നാണ് പറയുന്നത്? വികാസമുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. സൈക്കോളജിസ്റ്റുകൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ വികാസം കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. രണ്ട്, വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? നമുക്കറിയാം വികാസത്തെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിപ്പിച്ചുകൊണ്ടാണ് എപ്പോഴും നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഓരോ പ്രായത്തിനും പക്വതയ്ക്കും അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെ പരസ്പരം കുട്ടികളുടെ ഇമോഷണൽ സ്കില്ലിനെയും അതുപോലെ തന്നെ ഫിസിക്കൽ സ്കില്ലിനെയും അതുപോലെ തന്നെ ഇൻ്റലക്ച്വൽ സ്കില്ലിനെയും അതുപോലെ തന്നെ മോറൽ സ്കില്ലിനെയും സോഷ്യൽ സ്കില്ലിനെയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ പറഞ്ഞ വികാസം നടക്കുന്നത്. ഇനി വികാസം പ്രവചനീയമാണ്, പറഞ്ഞാൽ ശരിയല്ലേ? പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് പ്രെഡിക്റ്റബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പം 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് അല്ലെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് എന്തൊക്കെ തരത്തിലുള്ള വികാസം ഉണ്ടായിരിക്കണം? ശരിയായ രീതിയിൽ വായിക്കാൻ, അക്ഷരത്തെറ്റ് കൂടാതെ എഴുതാൻ, അതുപോലെ തന്നെ ഭാഷാശേഷികൾ കുറേയൊക്കെ ഉണ്ടായിരിക്കണം, ഗണിതപരമായിട്ടുള്ള ശേഷികൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പോൾ അത് പ്രവചനീയമാണ്. പക്ഷേ വികാസം രേഖീയമാണെന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഈസ് ലീനിയർ. ഒരേ രീതിയിലാണോ വികാസം നടക്കുന്നത്? എപ്പോഴും ഒരിക്കലുമല്ല. വികാസത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാവാം. അപ്പോൾ വികാസം രേഖീയമാണ് എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ
തെറ്റാണ്. അതുകൊണ്ട് ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ശരിയല്ലാത്ത പ്രസ്താവനയാണ് ഓപ്ഷൻ ഡി. ഇനിയും വികാസം സംബന്ധിച്ച് പറയുന്ന മറ്റൊരു പോയിന്റാണ് വികാസം ക്രമീകൃതമാണ്. കേട്ടിട്ടുണ്ടോ? വികാസം ക്രമീകൃതം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഓർഡർ ആയിട്ടാണ് പോകുന്നത്. ഇന്ന പ്രായത്തിൽ ഇന്നത്, അടുത്ത പ്രായത്തിൽ അത്, അതിൻ്റെ അടുത്ത പ്രായത്തിൽ അത്, ഇങ്ങനെ ഓർഡർ വൈസാണ് ആര് പോകുന്നത്? നമ്മുടെ വികാസം പോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം വികാസം എവിടെ നിന്ന് ആരംഭിച്ച എവിടേക്ക് പോകുന്നത്? എവിടെ നിന്ന് ആരംഭിച്ച് എവിടേക്ക് പോകുന്നു? അതെപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. വികാസം സ്ഥൂലത്തിൽ നിന്ന് ആരംഭിച്ച് സൂക്ഷ്മത്തിലേക്ക് കടക്കുന്നു കേട്ടോ. ആ പോയിന്റ് ഓർത്തിരിക്കണം. വികാസം എപ്പോഴും എങ്ങനെ ആരംഭിക്കുന്നത്? സ്ഥൂലത്തിൽ ആരംഭിക്കും, എന്നിട്ട് അങ്ങോട്ട് കടക്കും, സൂക്ഷ്മത്തിലേക്ക് കടക്കും. അങ്ങനെയാണ് വികാസം എപ്പോഴും നടക്കുന്നത്. അതും ഓർത്തിരിക്കണം കേട്ടോ. സ്ഥൂലം എന്ന് പറഞ്ഞാൽ മുഴുവൻ അല്ലെങ്കിൽ മൊത്തം എന്നർത്ഥം. സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടൊരു പാർട്ട്. അങ്ങനെയാണ് നമ്മുടെ വികാസം നടന്നു പോകുന്നത്. അതാണ് അടുത്ത പോയിന്റ് കേട്ടോ, ഓർത്തിരിക്കാനുള്ളത്. പിന്നുള്ളവരാണ് വികാസം എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? നമ്മുടെ പഠനത്തെയും പരിപക്വനത്തെയും കേട്ടോ ആശ്രയിച്ചാണ് നമ്മുടെ വികാസം മുൻപോട്ട്. അതായത് പരിസരത്തെയും പാരമ്പര്യത്തെയും വികാസം ആശ്രയിച്ചാണ് മുൻപോട്ട് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യമാണ് നമ്മുടെ പഠനത്തെയും പരിപക്വനത്തെയും നമ്മുടെ വികാസം ആശ്രയിക്കുന്നു. ഞാനിവിടെ കാണിച്ചായിരുന്ന ക്ലാസ്സിൽ ഒരു ഏരിയയൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് പാരമ്പര്യം എന്ന് പറഞ്ഞതിന് ഒരിക്കലും നമുക്ക് മാറ്റുവാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ നമുക്ക് പരിസരം മാറ്റുവാണെങ്കിൽ കൊച്ചിൻ്റെ എന്ത് ചേഞ്ച് ആക്കാൻ പറ്റും? വികാസമുണ്ട്. ഈ പറഞ്ഞ കാര്യം ഉണ്ടോ? നമുക്ക് പാരമ്പര്യം സ്ഥിരമായിട്ടുള്ള കാര്യത്തെ ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ കൊച്ചിൻ്റെ പരിസരം നമുക്ക് മാറ്റിയാൽ എന്ത് ചെയ്യാൻ പറ്റും? കൊച്ചിൻ്റെ വികാസം നമുക്ക് കൂട്ടുവാൻ പറ്റും. അതായത് കൊച്ചിൻ്റെ ഈ ഏരിയ, ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കൂട്ടാൻ പറ്റുന്ന പോലെ തന്നെ പരിസരത്തെ നമുക്ക് മാറ്റിയാൽ കൊച്ചിൻ്റെ വികാസം നമുക്ക് കൂട്ടുവാനായിട്ട് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് വികാസത്തെപ്പറ്റി അറിയാനായിട്ടുള്ളത്. പിന്നെ വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ നടക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് ശൈശവത്തിൽ കുട്ടികളുടെ വളർച്ചയുടെ തോത് വളരെ കൂടുതലാണ്. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോൾ അതൊന്നും മുരടിക്കും, വീണ്ടും ഒരു നല്ല വളർച്ച വളരും. ശരിയല്ല? അങ്ങനെയുള്ള വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ നടത്തുമെന്ന് പറഞ്ഞ പോയിന്റ് കൂടി ഓർത്തിരിക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ആ ഒരു പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇതാണ് വികാസം സംബന്ധിച്ച് പറയാനായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, അടുത്താണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പഠനത്തിനായി സാധാരണ സ്കൂളിൽ കുട്ടികൾ ഉപയോഗിക്കുന്ന പാഠപുസ്തകത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന പുസ്തകം ഏത്? ഇൻക്ലൂസീവ് എന്നുള്ളൊരു ചോദ്യമാണ്. ഏതായിരിക്കും? പഠന പോഷണ ഉൽപ്പന്നമാണോ, പിന്തുണാ പാഠങ്ങളാണോ, അനുപൂരക പാഠപുസ്തകങ്ങളാണോ, അധിക പുസ്തകങ്ങളാണോ? ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണ്ടോ, പ്രത്യേക പരിഗണന അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ CWSN ആയിട്ടുള്ള കുട്ടികളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഏതാണ് ഇതിനകത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനം? ഏതാ? ഓപ്ഷൻ സി ആണ് കേട്ടോ. അനുപൂരക പാഠക പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അനുപൂരകം എന്ന് പറഞ്ഞാൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുക. എന്ത്? നമ്മുടെ അവർക്ക് കൂടി ഉൾച്ചേരുന്ന അല്ലെങ്കിൽ അവരെ കൂടി ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഈ അനുപൂരകം എന്ന് പറയുന്നത്, അഡാപ്റ്റഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്കുകളാണ് ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഇനിയും ഇവിടെ ഈ പഠന പോഷണ ഉൽപ്പന്നങ്ങളും പിന്തുണാ പാഠങ്ങളും അധിക പുസ്തകങ്ങളും ഒക്കെ ആർക്ക് നൽകണം? അതുകൂടി ചിന്തിച്ച് നോക്കിയാൽ ആർക്കാണ് നൽകേണ്ടത്? ആർക്കാണ് നൽകേണ്ടത്? നമ്മൾ എന്തോ കേട്ടില്ല. ആർക്കാണ് നൽകേണ്ടത് അധിക പാഠപുസ്തകങ്ങളൊക്കെ? അല്ലെങ്കിൽ ഈ പറഞ്ഞ എൻറിച്ച്മെൻറ്റ് മെറ്റീരിയലും പിന്തുണാ പ്രവർത്തനങ്ങളും അതുപോലെ അധിക പുസ്തകങ്ങളൊക്കെ ആർക്കാണ് നൽകേണ്ടത്? നമ്മുടെ സാധാരണ രീതിയിലുള്ള കുട്ടികൾക്ക് കേട്ടോ. അവർക്കാണ് എന്ത് നൽകേണ്ടത്? ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾ നൽകേണ്ടത്. പിന്നെ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് CWSൻ്റെ ഫുൾ ഫോം കേട്ടോ. എന്താണ് CWSൻ്റെ ഫുൾ ഫോം? എന്താണ് CWSൻ്റെ ഫുൾ ഫോം? ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് കേട്ടോ. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ. മലയാളം അതാണ്, ഇംഗ്ലീഷ് ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് കേട്ടോ. ഓർത്തിരിക്കണം, മറന്നു പോകല്ലേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെടുത്ത ക്ലാസ്സിലുള്ളത് നോക്കി. സർഗാത്മകതയുടെ അടിസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ട് ചുവടെ കൊടുത്തതിൽ കണ്ടോ ശരി ഏത്? കണ്ടോ, ഞാൻ പറഞ്ഞില്ല അത് ബോൾഡ് ചെയ്ത് കാണിക്കുന്നത്. ഇപ്പോൾ ശരി ഏത്? ഏതാണ് ശരിയായിട്ടുള്ളത്? ഉത്കണ്ഠ, സാമൂഹികത, അടുപ്പം, ഉൾക്കാഴ്ച, അപകർഷത. കായികശേഷി, അപകർഷത, അടുപ്പം, മൗലികത, സാമൂഹികത. വാചാലത, വിവർജന ചിന്ത, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. വാചാലത, ഉൾക്കാഴ്ച, മൗലികത, അപകർഷത, ഉത്കണ്ഠ. ഏതാണ് ശരിയായിട്ടുള്ളത്? സർഗാത്മകതയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചതാണ്, നമ്മുടെ ക്രിയേറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വാചാലത, വിവർജന ചിന്ത, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. എവിടെയുള്ളത്? നമ്മുടെ S2-ലുള്ള സാധനമാണ്, കഴിഞ്ഞ ദിവസം എടുത്ത സാധനമാണ്. ടെക്സ്റ്റ് ഡയറക്റ്റീവാണ് ചോദിക്കുന്നത് കേട്ടോ. സോ അത് നോക്കിയിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞായിരുന്നു. ഈ കാര്യത്തിന് ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞായിരുന്നു. അവിടെ നിന്നാണ് കറക്റ്റ് ചോദ്യം വന്നത്. നമ്മുടെ S2-നകത്ത് സെമസ്റ്റർ 2-നകത്ത് രണ്ടാമത്തെ പാഠത്തിനകത്ത് തന്നെ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ
എന്തിനാണ് സർഗാത്മകത എന്ന് പറഞ്ഞ ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യമാണിത് കേട്ടോ. ഉണ്ടോ? വാചാലത, വിഭജന ചിന്തനം, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. ഉണ്ടോ? സർഗാത്മകയുടെ അടിസ്ഥാന ഘട്ടങ്ങൾ സജ്ജീകരണം, ഉത്ഭവനം, അടയിരിക്കൽ, പ്രകാശനം, വിലയിരുത്തൽ എന്നുള്ള കാര്യങ്ങളോട് ഉണ്ടായിരുന്നു. ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചത്. ഉണ്ടോ? അതേപടിയാണ് ചോദ്യം കിടക്കുന്നത്. സോ അത് പഠിക്കണം. സർഗാത്മകതയുടെ അടിസ്ഥാന ഘട്ടങ്ങളാണ് വാചാലത, വിഭജന ചിന്തനം, പ്രശ്നപരിഹരണ ശേഷി, ഉൾക്കാഴ്ച, മൗലികത. കേട്ടോ? അതാണ് ഇവിടെ വന്ന ചോദ്യം. അത് നോക്കിയിട്ട് വേണം പോകാൻ. ഓക്കെ, അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. ഓക്കെ, മിലി ടീച്ചർ പരിസര പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ അവതരിപ്പിക്കുന്ന വേളയിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ആശയത്തിലെ പ്രധാന വാക്കിന് അടിവരയിടുന്നു. ചാർട്ടിൽ എഴുതുമ്പോൾ പ്രത്യേക നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. പഠനത്തിലെ ഏത് സമഗ്രതാ നിയമമാണ് ടീച്ചർ ഇവിടെ പ്രാവർത്തികമാക്കിയത്? സിമ്പിൾ ചോദ്യമാണ്. നമ്മൾ പഠിച്ചതോ? ശരിയല്ലേ? നമ്മൾ പഠിച്ചായിരുന്നു. പ്രത്യേക അടിവരയിടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പറയുമ്പോഴോ നമ്മൾ അണ്ടർലൈൻ ചെയ്യിപ്പിക്കുമ്പോഴോ ഈ നിയമമാണ് അവിടെ വരുന്നത് എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഞാനവിടെ 2 അമ്മച്ചിമാരുടെ അപ്പൂപ്പന്മാരുടെയും പടം കാണിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്നൊക്കെ ക്ലാസ്സിൽ എടുത്തു വെച്ച് കാണിച്ചൊരു സംഭവം ഉണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? എന്നാണ് ഏതാ സാധനം? രൂപ പശ്ചാത്തല ബന്ധം അല്ലെങ്കിൽ ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. അപ്പോൾ അതാണ് ഇവിടെ ചോദിച്ചു ചോദ്യം. കണ്ടോ? എന്താണ് ഇവിടെ പറഞ്ഞെന്താ? ഒരു പ്രത്യേക കാര്യങ്ങൾ പരിസര പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എഴുതുമ്പോൾ ആശയത്തിന് പ്രധാന വാക്കിന് എന്ത് ചെയ്യുന്നു? അടിവരയിടുന്നു. അതുപോലെ തന്നെ ചാർട്ടിൽ എഴുതുമ്പോൾ ഓരോരോ പ്രത്യേക നിറം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു. അപ്പോൾ എന്താണ്? അത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും. അതാണ് ആ പോയിന്റ് കേട്ടോ. ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നമുക്കറിയാം അവിടെ എന്ത് കിട്ടും? നമ്മുടെ ശ്രദ്ധ അതിലേക്ക് പോകും. ഇവിടെ തന്നെ കണ്ടില്ലായിരുന്നോ? ശരി ഏത് തെറ്റേന്ന് ബോൾഡായി കാണിക്കും. നമ്മുടെ ശ്രദ്ധ അതിലേക്ക് ഡയറക്റ്റ് കയറി ചെല്ലുന്നേ. അപ്പം അങ്ങനെ ഉള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞ കാര്യം തന്നെ. എന്താണ്? ഒരു പ്രത്യേക കാര്യം പഠിപ്പിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചർ എന്ത് ചെയ്യുന്നു? അടിവരയിടുന്നു. ചാർട്ടിൽ എഴുതുമ്പോൾ പ്രത്യേക നിറം ഉപയോഗിച്ച് എഴുതുന്നു. അതിന് പറഞ്ഞ പേരാണ് എന്ത്? രൂപ പശ്ചാത്തല നിയമം എന്ന് പറയുന്നത്. ഇത് എവിടുന്ന് വന്നതാണ്? ഇത് ആരുടെ നിയമത്തിനകത്തുള്ളതാണ്? കേൾക്കട്ടെ. ഇത് ആരുടെ നിയമത്തിലുള്ളതാണ്? ഈ കിടക്കുന്നതെല്ലാം തുടർച്ചാ നിയമവും സാമീപ്യ നിയമവും സാമ്യതാ നിയമവും എല്ലാം ആരുടെ നിയമത്തിലുള്ളതാ? പോയി തോണ്ടേക്കോ ഓടിക്കും ഞാൻ കേട്ടോ. ബ്രൂണറോ? എൻ്റെ ദേവി, എൻ്റെ കർത്താവേ, അതുമല്ല. ആൾക്കാരെല്ലാമായി ഗസ്റ്റാൾട്ട് കേട്ടോ. ഒന്നോ, ഗസ്റ്റാൾട്ടിസത്തിനകത്തുള്ളതായത്. ബാക്കി എല്ലാവരെയും പറഞ്ഞു, എൻ്റെ ആളെ മാത്രം പറഞ്ഞില്ല കേട്ടോ. ഗസ്റ്റാൾട്ടിസം ഓർക്കുന്നില്ലേ? കൊക്കോമ പഠിച്ചത്, കോഹ്ലർ, കോഫ്ക, മാക്സ് വെർത്തീമർ. അതിൻ്റെ അകത്തുള്ളതല്ലായിരുന്നോ? സാമ്യതാ നിയമം, സാദൃശ്യ നിയമം, സാമീപ്യ നിയമം, സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം, തുടർച്ചാ നിയമം, അത് കഴിഞ്ഞ് വരുന്ന രൂപപശ്ചാത്തല ബന്ധം. അതിൻ്റെ താഴെയല്ലേ നമ്മളിത് കണ്ടത്? ഏതായിരുന്നു? നമ്മുടെ മനഃശാസ്ത്ര വിദ്യാഭ്യാസങ്ങളുടെ പ്രസക്തി എന്ന് പറഞ്ഞ് കാണിച്ചത്. മറന്നുപോയോ? നോക്ക് എൻ്റെ പൊന്നെ, ഗസ്റ്റാൾട്ടിസം കേട്ടോ. ഓർക്കണം എന്താണ് ഗസ്റ്റാൾട്ടിസം. അവിടെ നിന്നൊരു ചോദ്യം ചോദിക്കും. നമ്മുടെ ട്രയാങ്കിൾ പോലെയൊക്കെ സാധനവും നമുക്ക് പല സാധനമായിട്ടൊക്കെ തോന്നുന്നൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ആ സാധനം തന്നെ, സെയിം സാധനം കേട്ടോ. അപ്പോൾ ഇത് ഓർത്തിരിക്കണം. ഈ വന്ന നിയമങ്ങളൊക്കെ ഗസ്റ്റാൾട്ടിസത്തിൻ്റെ അകത്തും ചോദിച്ച അതേ ചോദ്യമാണ് കേട്ടോ. ഡയറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത്. ബ്രൂണറും പിയാഷിയും വൈഗോസ്കിയും ഒന്നുമല്ല കേട്ടോ ഇതിൻ്റെ ആൾക്കാർ. അതേ കിടക്കുന്നു കണ്ടോ. ആൾ വന്നു. ഗസ്റ്റാൾട്ടിസം കണ്ടോ. പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ കൊണ്ടുവന്നത് ഗസ്റ്റാൾട്ട് ലോസ് ഓഫ് ലേണിംഗ് കണ്ടുപിടിച്ച ആൾ കൊക്കോമ, കോഹ്ലർ, കോഫ്ക, മാക്സ് വെർത്തീമർ. അതിലൊന്നാമത്തെയാണ് സാമ്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം. എന്താണ്? അടുത്തവിടത്തെയുള്ള അല്ലെങ്കിൽ സമീപസ്ഥമായവയെ ഒരു ഗ്രൂപ്പുമായിട്ട് കാണാനുള്ള പ്രവണത നമുക്കുണ്ട്. അടുത്തത് അതുപോലെ തന്നെ സാമീപ്യ നിയമം. ഒരുപോലെ അടുത്തിരിക്കുകയാണെങ്കിൽ അവയെ നമുക്കൊരു ഗ്രൂപ്പായിട്ട് ചിത്രീകരിക്കാൻ സാധിക്കും. അടുത്താണ് സമ്പൂർണ്ണം. ഇതിനെ ഒരു പൂർണ്ണ വട്ടമാക്കാനും ഇതിനെ ഒരു ചതുരമാക്കാനും നമുക്ക് തോന്നുന്നു. പക്ഷേ ചതുരമല്ല, അത് വെറും കുത്തുകളാണെന്നും ഇത് വേറെ ആർക്കുകൾ ഇങ്ങനെ വരച്ചു വെച്ചാൽ നമുക്ക് തോന്നുകയില്ല. അതിനെയാണ് തുടർച്ച. നമ്മളൊരു സമ്പൂർണ്ണം അല്ലെങ്കിൽ ഒരു പരിപൂർത്തി, ഒന്ന് പൂർത്തീകരിക്കാൻ നമ്മുടെ മനസ്സിന് തോന്നുക. അടുത്താണ് തുടർച്ച എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂറ്റി നമ്മൾ ആഗ്രഹിക്കുന്നു എല്ലാ കാര്യത്തിലും. അതാണ് തുടർച്ചാ നിയമം എന്ന് പറയുന്നത്. അടുത്തതാണ് കണ്ടോ രൂപപശ്ചാത്തല ബന്ധം. ഞാൻ പറഞ്ഞില്ലേ 2 അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ നോക്കിയിരുന്ന പടം ഒന്ന് കാണിച്ചായിരുന്നു. അതിൻ്റെ അകത്ത് താഴെ കണ്ടോ ഗസ്റ്റാൾട്ട് വിദ്യാഭ്യാസത്തിലൂടെ കാണും. കിടക്കുന്നു കണ്ടോ. ആശയഗ്രഹണത്തെ വളരെയേറെ സ്വാധീനിക്കുന്ന ഗസ്റ്റാൾട്ട് ഘടകങ്ങളാണ് പശ്ചാത്തലവും അതിൽ നിന്ന് വരുന്ന രൂപവും. ഈ തത്വം ക്ലാസ് മുറിയിലും പ്രസക്തമാണ്. അടിവരയിടുമ്പോഴോ പ്രത്യേക നിറം ഉപയോഗിച്ച് ബോർഡിലോ ചാർട്ടിലോ അടയാളപ്പെടുത്തുമ്പോഴോ പശ്ചാത്തലത്തിൽ നിന്നും എടുത്തുയർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ഫിഗർ ഔട്ട് ചെയ്യും കണ്ടോ, എടുത്തു കാണിക്കും. അതേതാണ് നിയമം? ഈ പറഞ്ഞ നമ്മുടെ രൂപ പശ്ചാത്തല ബന്ധത്തിനകത്ത് വരുന്ന ആളാണ് അത് കേട്ടോ. ബാക്കി തുടർച്ചയും സാമീപ്യവും സാമ്യതയെല്ലാം
ഓർത്തിരുന്നോണം കേട്ടോ, മറന്നു പോകരുത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 12 വയസ്സുള്ള അഖൻ്റെ ബുദ്ധിമാനം 125 എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരി ഏത്? നല്ലൊരു ചോദ്യമാണ്, കണക്കറിയണം. നമുക്കറിയാം 12 വയസ്സുള്ള അഖൻ്റെ ബുദ്ധിമാനമെന്നും IQ എന്ന് പറയുന്നത് എന്താണ്? 125. അങ്ങനെയാണെങ്കിൽ ചുവടെ കൊടുത്തവയിൽ ശരി ഏത് എന്നാണ് ചോദ്യം. നോക്കിയാൽ അഖൻ്റെ മാനസിക വയസ്സ് 10, അഖൻ്റെ മാനസിക വയസ്സ് 15, അഖൻ്റെ മാനസിക വയസ്സ് 12, അഖൻ്റെ മാനസിക വയസ്സ് 16. ഇവിടെ കണ്ടോ ക്വസ്റ്റ്യൻ പേപ്പർ അത് കണ്ടോ, ഒരു ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ കണ്ടോ, ശരിയെന്ന് ചോദിച്ചിരിക്കുന്നുണ്ടോ, അതുകൊണ്ട് എടുത്ത് കാണിച്ചിരിക്കുന്നുണ്ടോ, ഒരു ബോൾഡായിട്ടാണ് കാണിച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അത് ഒരു ഫിഗർ റൗണ്ട് റിലേഷൻ നമ്മുടെ ഗസ്റ്റാൾട്ടിസത്തിനകത്തുള്ള രൂപ പശ്ചാത്തല ബന്ധത്തിൽ നിന്ന് വന്ന ചോദ്യം കേട്ടോ, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതാ പറഞ്ഞേ? IQ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്നാ? IQ ഓക്കെ, കറക്റ്റാണ്. IQ ഈസിക്കൽ ടു എന്താണ്? MA/CA × 100. ഇനി MAയും CAക്ക് എന്നാന്ന് എടുത്ത് കൊടുത്തു നോക്ക്. MA/CA × 100 എന്താണ് MA? IQ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോൺസ്റ്റൻറ്റ്. അതിനോട് എന്തൊക്കെ തുല്യമാണ് ഇൻ്റലിജൻസ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാൻ എന്നാ എടുക്കണം? മാനസിക വയസ്സിനെ കാലിക വയസ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹരിച്ചതിന് ശേഷം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ അറിയാം പറഞ്ഞേ? IQൻ്റെ വാല്യൂ തന്നിട്ടുണ്ടോ? IQ തന്നിട്ടുണ്ടോ? നോക്ക്, ഉണ്ടോ? ഉണ്ട്. IQ എത്ര ഇവിടെ എടുത്ത് തന്നിട്ടുണ്ടോ? IQ എത്രയാ? 125. സോ 125 ഈക്വൽ ടു ഇക്വേഷൻ അപ്പുറം 125 കിട്ടണം. എളുപ്പ വഴിയുണ്ട്. എന്താണ്? MA നമുക്കറിയാവോ? ഇല്ല. MA ഇവിടെ തന്നിട്ടുണ്ട്. 10 ഉണ്ട്, 12 ഉണ്ട്, 15 ഉണ്ട്, 16 ഉണ്ട്. നമുക്ക് ഓരോന്ന് വേണമെങ്കിൽ ഇട്ട് ട്രയൽ ആൻഡ് എറർ നോക്കാം. അപ്പം നമുക്ക് 125 MA നമുക്കറിയത്തില്ല, അവിടെ വരച്ചു. താഴെ നമ്മൾ CA തന്നിട്ടുണ്ട്. എത്രയാണ്? CA എന്ന് വെച്ചാൽ കാലിക വയസ്സ്, അതായത് കൊച്ചിനുള്ള ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയും. അതായത് കൊച്ചിൻ്റെ യഥാർത്ഥ വയസ്സ് എത്രയാണ്? 12 വയസ്സ്. അപ്പോൾ 12 × 100 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിനെ മൊത്തം സോൾവ് ചെയ്താൽ ഇപ്പറ 125 കിട്ടണമെങ്കിൽ ആരെ കൊടുക്കണം? കൊടുത്തു നോക്കി ഓരോരുത്തരെ നോക്കി. 10 കൊടുക്കുവാണെങ്കിൽ ഈ വാല്യൂ ചെറുതായിപ്പോവും, ശരിയല്ലേ? 12 കൊടുത്താലോ? 12/12 1 1 × 100 100 ആയിരിക്കും അപ്പുറം ഇപ്പുറം വരുന്നത്. അപ്പം ഈ 2 വാല്യൂ കൊടുത്താൽ ഇതിൻ്റെ താഴെ ആയിരിക്കും വരുന്നത്. ആ വാല്യൂ കിട്ടിയോ? അത് ബേസിക് മാത്സാണ്. എന്ന് പറഞ്ഞാൽ 10 കൊടുക്കുവാണെങ്കിൽ എന്നാ സംഭവിക്കും? ഇവിടെ ചോദിക്കുക 10 ഇവിടെ കൊടുത്തുവാണെങ്കിൽ എന്നാ സംഭവിക്കും? നമുക്ക് 125 ഇവിടെ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. കാരണം ഇതിനെ വെട്ടി ചെറുതാക്കുമ്പം ഇപ്പോൾ നോക്കിയേ 10 × 10 1000/12 ചെയ്താൽ ഒരിക്കലും 125 മേളിൽ വരത്തില്ല, അല്ലെങ്കിൽ താഴെ ആയിരിക്കും നിൽക്കുന്നത്. ഇനിയും നിങ്ങൾ ശ്രദ്ധിച്ചേ, 12 കൊടുത്താലോ? 12 കൊടുത്താലുള്ള കുഴപ്പം എന്നാ? ഇവിടെ നമ്മൾ 12 കൊടുക്കുന്നതെങ്കിൽ 12/12 എത്രയായിട്ട് പോകും? 12/12 1 ശരിയല്ലേ? 12/12 ഒരു തവണയേ ഉള്ളൂ. സോ 1 × 100 എത്രയാണ്? 100 125 തുല്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതും തെറ്റാണ്. പിന്നെ പോയിട്ട് ഏത് നമുക്ക് കൊടുക്കാം? 15 ഒന്ന് കൊടുത്തു നോക്കിയേ, ചുമ്മാ 15/12 × 100 ഒന്ന് ചെയ്ത് നോക്കിയേ, ചുമ്മാ ചെയ്ത് നോക്ക്. സോറി, 15/12 × 100, സോറി 12/15 × 100. ഞാൻ പറയുന്നത് തെറ്റിപ്പോയി കേട്ടോ, സോറി. 15/12 × 100 ചെയ്ത് നോക്ക്, എത്ര കിട്ടും? എത്രയാ? ഇത് 125 തന്നെ കിട്ടുന്നുണ്ടോ? 15/12 15/100 എന്ന് പറയുമ്പോൾ എത്രയാണ് നോക്കിയേ? 15/100 ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ 15/100 വെച്ചാൽ 1500. 1500 / 12 നോക്ക്, പാടാണെങ്കിൽ നോക്ക്. 12 ആണ്, മൗസ് ഉപയോഗിച്ച് എഴുതുന്നുണ്ട് കേട്ടോ. 15 12 ഒരു തവണ. സോ 12 ഇവിടെ എഴുതി, മൈനസ് ചെയ്യണം. 5 ന്ന് 2 പോയാൽ 3. 30 12 എത്ര തവണയുണ്ട്? 2 തവണ. 2 തവണ 12 വന്നാൽ 12 12 24. കുറയ്ക്കണം, 6 വരും, 0 വരും. 60 12 5 തവണ. ഉത്തരം കിട്ടി 125. നമ്മുടെ ഉത്തരം ഏതാണ്? അഖൻ്റെ മാനസിക വയസ്സ് 15 ആണ്. കണ്ടോ, സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ ട്രയൽ ആൻഡ് മെത്തേഡ് നോക്കാം, അല്ലെങ്കിൽ ഈ ഇക്വേഷൻ MAനെ ഇപ്പറേ കൊണ്ടുപോയി ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ മെത്തേഡ് നോക്കുക കേട്ടോ. ബേസിക്കലി ഞാൻ പറയുന്നു, ഇത് പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാമെങ്കിൽ എളുപ്പമാണ് കേട്ടോ. 10ഉം 12ഉം ആകത്തില്ല, ബേസിക് വാല്യൂ കുറവായി പോകുമെന്നൊരു നിഗമനം നമ്മുടെ മനസ്സിലുണ്ട് എങ്കിൽ നമുക്കതിലേക്ക് പെട്ടെന്ന് പോകാം, അടുത്ത വാല്യൂ പെട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഓരോന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കാൻ നോക്കുക. ഇവിടെ ശരി ഉത്തരം വരേണ്ടത് ഏതാണ്? അഖൻ്റെ മാനസിക വയസ്സ് 15 ആണ് കേട്ടോ. അപ്പോൾ ഇക്വേഷൻ ഓർത്തിരിക്കണം. IQ = MA/CA × 100 കേട്ടോ. IQ എന്ന് പറയുന്നത് എന്താണ്? MA/CA × 100 ആണ്. ഇനി ഓരോന്നിൻ്റെയും വാല്യൂ കൂടി ഓർക്കണം. അതായത് IQ 125 ആണെങ്കിൽ ആ കൊച്ച് എവിടെയാണ് പെടുന്നത്? 125 ആണെങ്കിൽ IQ 125 ആണെങ്കിൽ ആ കൊച്ച് ആരാ? എബോവ് 100. സുപ്പീരിയർ സൈഡ്, അല്ലെങ്കിൽ ശ്രേഷ്ഠ ബുദ്ധിക്കാരനാണ്, ഗിഫ്റ്റഡ് ചിൽഡ്രനാണ് കേട്ടോ ആ ഒരു കൊച്ച് കേട്ടോ. ഈ പറഞ്ഞ ബുദ്ധിമാനം 125 ആയ ഒരു കൊച്ച് വേണമെങ്കിൽ ഏത് ഗണത്തിൽ പെടുന്നു എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ഓർത്തിരിക്കുക,
അങ്ങനെ ഒരു കൊച്ചു വന്നാൽ ആ കൊച്ചു ഒബ്വിയസ്ലി എന്തായിരിക്കും, നമ്മുടെ ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആയിരിക്കും, അല്ലെങ്കിൽ പ്രതിഭാശാലി ആയിരിക്കും ആ കൊച്ച്. ആ റേഞ്ച് കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഇവിടെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. അതായത് IQൻ്റെ റേഞ്ച്, അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. IQൻ്റെ പല റേഞ്ചുകൾ വരുന്നത്, അതായത് 30-ൽ താഴെയാണെങ്കിൽ ജഡബുദ്ധി ആയിരിക്കും, 30-നും 50-നും ഇടയ്ക്കുള്ള ക്ഷീണബുദ്ധി ആയിരിക്കും, 50-നും 70-നും ഇടയിലാണെങ്കിൽ മൂഢബുദ്ധി ആയിരിക്കും, 70 തൊട്ട് 85 വരെയാണെങ്കിൽ മന്ദബുദ്ധി ആയിരിക്കും, അതുപോലെ തന്നെ 85 തൊട്ട് 115 വരെയാണ് ശരാശരി ബുദ്ധിയായിരിക്കും, അതുപോലെ തന്നെ 115 തൊട്ട് 130 വരെയാണ് ശ്രേഷ്ഠ ബുദ്ധിയായിരിക്കും, 130-ന് കൂടുതലാണെങ്കിൽ ദൃഢനാശാലി ആയിരിക്കും കേട്ടോ. അതാണ് ആ ലിസ്റ്റ് വരുന്നത്. അതിവിടെ ഉണ്ട്, കാണിച്ചു തരാം. ആ ഗ്രാഫ് നിങ്ങൾ അതേ കിടക്കുന്നുണ്ടോ, അത് പഠിക്കണം. ഇത് വേണമെങ്കിൽ ചോദിക്കാം. ആൽവിൻ്റെ അല്ലെങ്കിൽ ഐവിൻ്റെ IQ എന്ന് പറയുന്നത് 125 താഴെ പറയുന്നവയിൽ ഏത് ഗണത്തിലാണ് കൊച്ചു വരുന്നത്? അവിടെ ശ്രേഷ്ഠ ബുദ്ധി, ശരാശരി, മന്ദബുദ്ധി, മൂഢബുദ്ധി എന്ന് പറഞ്ഞ ഓപ്ഷൻ വരാം. അങ്ങനെ വന്നിട്ടുമുണ്ട്. അപ്പോൾ അതിനകത്ത് ഏത് വരും കൊച്ച്? ശ്രേഷ്ഠ ബുദ്ധിക്കാരനകത്ത് വരും കേട്ടോ. ഈ റേഞ്ചിൻ്റെ ഇടയിൽ നിൽക്കുന്ന എവിടെ? 125 അപ്പോൾ 115-നും 130-നും ഇടയിൽ വരുന്ന ആ കൊച്ച് പ്രതിഭാസമ്പന്നനാണ്. അല്ലെങ്കിൽ ഈ രണ്ട് കൂട്ടർ, ഏത് രണ്ട് കൂട്ടർ? ഈ പറഞ്ഞ സുപ്പീരിയർ ചൈൽഡും ജീനിയസും പ്രതിഭാസമ്പന്നർ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ അകത്ത് വരുന്ന ഗണങ്ങളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാറ്റഗറി വരുന്നതാണ് നമ്മുടെ ഇപ്പം പറഞ്ഞ ഏത് കൊച്ചാ? ആഹൻ കേട്ടോ, ആ ഒരു കൊച്ച്. അപ്പോൾ അത് ഓർത്തിരിക്കണം കേട്ടോ, ആ റേഞ്ച് ഓർത്തിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ലിജി 3-ാം ക്ലാസ് മുതൽ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നു. ഇപ്പോഴും ഒറ്റയ്ക്ക് റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ ഭയമാണ്. ലിജി നേരിടുന്ന ഏത് തരം പഠന വൈകല്യമാണ്? നല്ലൊരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു സിറ്റുവേഷൻ ഉണ്ട് ചോദിക്കാം കേട്ടോ. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന് എന്നാ കുഴപ്പം? സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ കൊച്ച് വളർന്നപ്പോൾ ഇപ്പോഴും റോഡിലൂടെ സൈക്കിൾ ഓടിക്കാൻ പാടാണ്. അപ്പോൾ അങ്ങനെ പാടാണെങ്കിൽ താഴെ പറയുന്നവയിൽ ഏത് വൈകല്യമാണ് കൊച്ചിനുള്ളത്? നമുക്കറിയാം, പ്രയോഗ വൈകല്യം അല്ലെങ്കിൽ ഡിസ്പ്രാക്സിയാണ് ഉള്ളത്. ഇനി ഓരോന്നും എന്താണെന്ന് പറഞ്ഞാൽ എന്താ? വായനാ വൈകല്യം. ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ലെക്സിയ വായിക്കാനുള്ള ബുദ്ധിമുട്ട്. ഡിസ്കാൽക്കുലിയ എന്ന് പറഞ്ഞാലോ ഗണിതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. നാമവൈകല്യം ഡിസ്നോമിയ എന്ന് പറഞ്ഞാലോ എന്തെങ്കിലുമൊക്കെ പേരുകൾ ഉച്ചരിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഡിസ്പ്രാക്സിയ എന്ന് പറഞ്ഞാൽ പേശി സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് നമ്മൾ പഠിച്ച, എന്തായിരുന്നു? മറന്നുപോയോ? ഡിസ്ലെക്സിയ, ഡിസ്കാൽക്കുലിൻ്റെ അകത്തുണ്ട്. അതല്ലാതെ ഒരെണ്ണം കൂടിയുണ്ട്, ഏതാ? ഗ്രാഫിയ. മറന്നുപോയോ? ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എന്നാ? എഴുതുവാനുള്ള ബുദ്ധിമുട്ട് കേട്ടോ. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുതുവാനുള്ള ബുദ്ധിമുട്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സ്ഥിരമുള്ളതാണ് ആ കാര്യം. അത് നമ്മുടെ നാമവൈകല്യം, എന്തെങ്കിലുമൊക്കെ പേരുകൾ ഇങ്ങനെ എടുത്തു പറയുവാനോ അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ പോലെ പേരുകളൊക്കെ മറന്നു പോവുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ ഡിസ്നോമിയ എന്ന് പറയുന്നത് കേട്ടോ. അത് അങ്ങനെ ഓപ്ഷൻ്റെ അകത്ത് കൂടുതലായിട്ട് ചോദിച്ചിട്ടില്ല. നമുക്ക് മെയിനായിട്ട് വരുന്നത് ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്ലെക്സിയ, ഡിസ്പ്രാക്സിയ കേട്ടോ. ഇവന്മാരെ വെച്ചാൽ നമ്മൾ കളിക്കുന്നത്. നമ്മുടെ കൂടുതലായിട്ട് നമ്മുടെ കുട്ടികൾക്ക് കണ്ടുവരുന്ന ഈ ഒരു എന്താണ് ഡിസോർഡേഴ്സാണ് കേട്ടോ. സോ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് കൊടുത്തുകൊണ്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പം അങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുപാട് അങ്ങനെ വർക്കുകൾ കൊടുക്കല്. അപ്പം അവർക്ക് പറ്റുന്ന രീതിയിലൂടെയുള്ള കാര്യങ്ങൾ നമുക്ക് കൊടുക്കണം കേട്ടോ. ഡിസ്നോമിക്കകത്ത് വരുന്ന ഒരെണ്ണമാണ് ഇപ്പം നമുക്ക് ചില നെയിം, ചിലരുടെയൊക്കെ പേരുകൾ അല്ലെങ്കിൽ ചിലരുടെയൊക്കെ നമ്പറുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വേർഡ് റിപ്പീറ്റ് ചെയ്യാനുള്ള പാട്, ഇതൊക്കെ വരുവാണെങ്കിൽ ആ കൊച്ച് ഡിസ്നോമിയ കേട്ടോ. എന്ന് പറഞ്ഞാൽ 1-ാം ക്ലാസ്സിലേക്ക് പോയി കൊച്ചിനോട് രായും വായും തിരിച്ചറിയുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഡിസ്നോമിയ എന്ന് എഴുതി കൊടുത്തേക്കല്ലേ. അത് കാലക്രമേണ ആ ശീലം മാറുന്നില്ല. ഇപ്പം നാക്കിന് ഉളുക്കുള്ളൊക്കെയുള്ള കൊച്ചാണ്, അല്ലെങ്കിൽ ഇപ്പം ഇച്ചിരി സ്റ്റാമറിങ് അല്ലെങ്കിൽ എന്താ അതിൻ്റെ മലയാളം എന്താ? സ്റ്റാമറിങ്, വിക്കുള്ള കൊച്ചാണെങ്കിൽ ആ കൊച്ചിനെ നമുക്ക് ഇച്ചിരി കാലതാമസം കൊടുക്കണം, ചിലപ്പോൾ അത് ശരിയായി വരും. അപ്പം അങ്ങനെയുള്ളപ്പോൾ അതിനൊരിക്കലും ഡിസ്നാമിയാണ് അല്ലെങ്കിൽ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും എഴുതി കൊടുക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ കൊടുക്കുമ്പോഴുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ആ കൊച്ചിന് ചിലപ്പം കാലക്രമേണ ആ ഒരു പ്രശ്നം ഒരുപാട് സംസാരിക്കണമെന്ന് പറയും ഈ പറഞ്ഞ ഇതുള്ളതുകൊണ്ട്. അപ്പം ഈ സ്റ്റാമറിങ് ഉള്ള കൊച്ചുങ്ങൾ, അപ്പോൾ അവർക്കൊരു വാക്ക് ഉച്ചരിക്കാൻ പാടുണ്ടെങ്കിൽ, അവർക്ക് തിരിയാൻ പാടുണ്ട് എങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ കുറച്ചുകൂടി കാലതാമസം കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്കൂളിലൊക്കെ യുഡേസിൻ്റെ അകത്തൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യത്തില്ലേ, അതിനകത്ത് കയറ്റി വിടാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ BRC എന്നൊക്കെ പറയും, അത് ചെയ്യുന്നൊക്കെ പറയും. സോ ആ കൊച്ചിന് ക്ഷീണം വരുന്ന രീതിയിൽ ഇല്ലാത്ത ഒരു പ്രശ്നം നമ്മൾ ഉണ്ടായിക്കൊണ്ട് കൊച്ചിനെ വെറുതെ പ്രശ്നത്തിലാക്കരുത്. ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അല്ലാത്ത ഉള്ള കുഞ്ഞുങ്ങളെ നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ആക്ടിവിറ്റീസ് കൊടുത്തൊക്കെ മാറ്റുവാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. എനിക്ക് പണ്ട് വിക്കുണ്ടായിരുന്നു. എനിക്ക് എന്തോ പറഞ്ഞു അല്ലല്ല, തോണ്ടേക്കിൻ്റെ ട്രയൽ ആൻഡ് മെത്തേഡ് ഏതാ പറയുന്നത്? അതിൻ്റെ അകത്ത്
തോണ്ടേക്കിൻ്റെ നിയമങ്ങളും ഈ നിയമങ്ങളും തമ്മിൽ സാമ്യമുണ്ട് എന്നേ ഉള്ളൂ. എന്തിൽ? പേരിൽ മാത്രം. തോണ്ടേക്കിന് അതെന്നാ സന്നദ്ധത, ആവർത്തനം, ഫലം, ഇതാണ് തോണ്ടേക്ക് കണ്ടുപിടിച്ചത്. ശരിയല്ലേ? ലോ ഓഫ് ഫ്രീഡ്നെസ്, ലോ ഓഫ് എക്സൈസ്, ലോ ഓഫ് എഫക്റ്റ് ആണ് തോണ്ടേക്ക് കണ്ടുപിടിച്ചത്. അതായത് ഒരു മനുഷ്യൻ സന്നദ്ധനായിരിക്കുമ്പോൾ അവനെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം. ആ കാര്യം ആവർത്തിച്ചാൽ അല്ലെങ്കിൽ അഭ്യസിച്ചാൽ അവന് കൂടുതൽ അതിനോട് സ്റ്റിമുലസ് റെസ്പോൺസ് ബന്ധം കൂടും. അതിനെ നമുക്ക് കൂടിക്കഴിഞ്ഞാൽ അതൊരു കൃത്യമായിട്ടുള്ള പരിണാമത്തിൽ അല്ലെങ്കിൽ ഫലത്തിൽ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് തോണ്ടേക്ക് പറഞ്ഞത്. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താ? ആ പേരുകൾ തമ്മിൽ സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ തിയറി രണ്ടും എൻ്റയർ ഡിഫറൻറ്റാണ്. ആ പേരുകൾ തമ്മിൽ, മലയാളം പേരൊക്കെ തമ്മിൽ സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ തിയറികൾ രണ്ടുപേരുടെയും വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ പറയുന്ന നമ്മുടെ ഗസ്റ്റാൾട്ടിസം പറയുന്നത് എന്താ? സാമ്യതാ നിയമം ലോയാണ് പറയുന്നത്. ലോ ഓഫ് എന്താണ് സിമിലാരിറ്റി, ലോ ഓഫ് ക്ലോസർ, ലോ ഓഫ് കണ്ടിന്യൂറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ് ഇവിടെ പറഞ്ഞു കേട്ടോ. രണ്ടും രണ്ടാണ്. അത് വ്യത്യാസപ്പെട്ട് തന്നെ പഠിക്കണം കേട്ടോ. ആ ആ അത് തോണ്ടേക്കിൻ്റെയാ. സാമ്യത, സമ്പൂർണ്ണം, ഇതൊക്കെ ഇവിടുത്തെ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ പേരുകൾ സാമ്യം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ രണ്ടും വ്യത്യസ്തമാണ്. രണ്ടും രണ്ടാ കേട്ടോ. രണ്ടും ലോസാണ്. പക്ഷേ കുഴപ്പം എന്താ? രണ്ടുപേരും പറഞ്ഞു വെച്ച കാര്യങ്ങൾ രണ്ടായിട്ടാണ്. ആ പറഞ്ഞ തോണ്ടേക്കിനെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഗസ്റ്റാൾട്ടിസം ഈ തിയറി കണ്ടുപിടിച്ചത്. അപ്പോൾ അത് ലോയല്ലേ? അവൻ അന്ന് പറഞ്ഞത് ലോയായിരുന്നു. തോണ്ടേക്ക് അന്നത്തെ കാലത്ത് വ്യവഹാരവാദത്തിൽ കണ്ടുപിടിച്ച ലോ തന്നെയാണ്. ലോയുടെ മുൻകർമ്മ കാലക്രമത്തിൽ വന്നതാണ് നമ്മുടെ കോഹോൾ മാക്സ് ഒത്തിമർ. ഇവർ കണ്ടുപിടിച്ചത് ലോസ് തന്നെയാണ്. പക്ഷെ അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇവർ ഈ ലോസ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ലോസാണ് ഇവരുടെ കൊണ്ടുവന്നത്. മനസ്സിലായോ? അപ്പോൾ രണ്ടും വ്യത്യസ്തമാണ് എന്ന് വരണം കേട്ടോ. രണ്ട് ലോസാണ്. നമുക്ക് പേര് പറയുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിൽ രണ്ട് വ്യത്യസ്തം കേട്ടോ. ഓക്കെ, ആ കാര്യം കൂടി ഓർത്തിരിക്കുക. 10ാമത്തെ ചോദ്യം. ഓക്കെ, ലിംഗസമത്വം. ഇതൊരു GK ക്വസ്റ്റ്യൻ കേട്ടോ. എന്നാണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അല്ലെ 2 ക്വസ്റ്റ്യൻ GK എന്ന് കാണും. കണ്ണും പൂട്ടി കുത്തുകാന്നേ ഉള്ളൂ. നമ്മളെ കൊണ്ട് അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ട് പഠിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നോക്കിയേ, ലിംഗസമത്വം, സ്ത്രീ ശാസ്ത്രീകരണം എന്നിവ ഉറപ്പാക്കുന്നതിന് വേണ്ടി ദേശീയ തലത്തിൽ ആവിഷ്കരിച്ച പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ്. ഈ പദ്ധതിയുടെ പേരെന്ത്? ഈ പദ്ധതിയുടെ പേരാണ് നൈചേതന 3.0 കേട്ടോ. ഇത് അറിയാമല്ലോ. ഇത് കണ്ടോ, ഈ പേര് കണ്ടോ? ഈ പഠിച്ച ഒരു കൊച്ചിന് വരെ കൺഫ്യൂഷനാവും. നാരിയാണോ അതോ നൈ അഭിയാനാണോ നദി രാഷ്ട്രയാണോ എന്നൊക്കെ സംശയം വരും. എല്ലാത്തിൻ്റെ അവസാനം 3.0 ഉണ്ട്. അപ്പോൾ അത് ഓർത്തിരിക്കണം, നൈചേതന 3.0 കേട്ടോ. അതൊരു GK ക്വസ്റ്റ്യനാണ്. ഇനി വരാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചോദ്യമായിരിക്കും വരുന്നത് കേട്ടോ. ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് പിള്ളേർക്കുള്ള പരീക്ഷകൾ. FLS കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് ന്യൂമറസിയും അതുപോലെ ലിറ്ററസിയും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി FLS പരീക്ഷ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയാറില്ലേ ഓരോ കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കി വെക്കണം കേട്ടോ. പിള്ളേർക്കുള്ള സൈറ്റുകളും അതുപോലൊക്കെ ചോദ്യം വരും. സമഗ്ര, സമ്പൂർണ്ണ, അതുപോലെ തന്നെ നമ്മുടെ സമഗ്രയ്ക്കൊക്കെ ഇപ്പോൾ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്നൊക്കെ വേണമെങ്കിൽ ചോദ്യം വരാം. പിന്നെ കൂള്, കൈറ്റ്, ഇതുപോലെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ വേണമെങ്കിലും ചോദ്യം വരാം കേട്ടോ. അതൊരു GK പാട്ടാണ്. കറക്കി കൂത്തുകയെന്നേ ഉള്ളൂ മാർഗം കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു അധ്യായത്തിൽ പഠിക്കേണ്ട ആശയങ്ങൾ, പ്രസ്താവനകൾ എന്നിവയുടെ ചുരുക്ക രൂപത്തെ ചിത്രീകരിക്കുന്നതിന് കണ്ട ഒരു വാക്ക് കിട്ടിയാൽ മതി. ചിത്രീകരിക്കുക എന്ന് പറഞ്ഞ പേരെന്ത്? എന്താണ്? ചിത്രീകരിക്കണം. ഒരു വർഷം അല്ലെങ്കിൽ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യത്തെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം? ചിത്രീകരിച്ചെടുക്കണം. അതിന് പറയുന്ന പേരെന്ത്? പഠനഘടനയാണോ, ലേണിംഗ് സ്ട്രക്ചറാണോ, അഡ്വാൻസ് ഓർഗനൈസേഷനാണോ, ആശയ ചിത്രമാണോ, അതോ ചിന്താചിത്രമാണോ? ആ വാക്കിൽ തന്നെയുണ്ട് ഉത്തരം. സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. ആശയ ചിത്രീകരണം കോൺസെപ്റ്റ് ആവും. ഇവിടെ പറഞ്ഞെന്താ? ഒരു അധ്യയന കാലയളവിൽ നമ്മൾ പഠിച്ച കാര്യത്തെ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തു? ചിത്രീകരിച്ചു. അതായത് ചുരുക്ക രൂപത്തിൽ നമ്മൾ ചിത്രീകരിച്ചു. ചിത്രീകരിക്കണമെങ്കിൽ എപ്പോഴും അവിടെ എന്ത് വരണം? ഒരു മാപ്പായിരിക്കണം അല്ലേ? അപ്പോൾ ചിന്തയിലൂടെ നമുക്കൊരിക്കലും ചിത്രീകരിക്കാൻ സാധിക്കത്തില്ല. എത്രയാണെന്ന് നമുക്ക് വിവരിക്കണമെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം? നമ്മളതിനെ കോൺസെപ്റ്റായിട്ട് നമ്മൾ എഴുതി വെക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ആശയ ചിത്രീകരണമാണ് അവിടെ ഉത്തരവായിട്ട് വരേണ്ടത് കേട്ടോ. അവിടെ ഒരിക്കലും ചിന്താ ചിത്രമോ അല്ലെങ്കിൽ പഠനഘടനയോ അല്ലെങ്കിൽ അഡ്വാൻസ് ഓർഗനൈസേഷനോ ഒന്നും വരികയില്ല. ആ കാര്യം ഓർത്തിരിക്കുക. ഇനി ആശയ ചിത്രീകരണം കണ്ടുപിടിച്ചത് ആരാ? ആശയ ചിത്രീകരണം കണ്ടുപിടിച്ചത്? അതും ചോദിച്ചിട്ടുണ്ട്. ആശയ ചിത്രീകരണം എന്ന് പറഞ്ഞ ആശയം കൊണ്ടുപിടിച്ച ആളാണ്. ആശയ ചിത്രീകരണം എന്ന് പറഞ്ഞ സങ്കേതം കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജോസഫ് ഡി നോവാക്ക് കേട്ടോ. ബ്രൂണർ അല്ല, ജോസഫ് ഡി നോവാക്കാണ് ആശയ ചിത്രീകരണം എന്ന സങ്കേതം കണ്ടുപിടിച്ചത്. മറന്നുപോയില്ല ആൾക്കാരുടെ പേരുകളൊക്കെ കേട്ടോ. അപ്പം
ബ്രൂണറെ പറയും എന്ന് എനിക്കറിയായിരുന്നു. ബ്രൂണർ എന്താ കണ്ടുപിടിച്ചത് അത് ഓർക്കണം. ബ്രൂണറിൻ്റെ അകത്തും ബ്രൂണർ ഈ ഒരു കാര്യം ഇമാതിരി ഒരു കാര്യം പറഞ്ഞു പോയായിരുന്നു, ശരിയല്ലേ? ബ്രൂണർ പറഞ്ഞത് ഇതാ ഈ പഠിക്കുമ്പോഴുള്ള ചാക്രികാരണ രീതിയും കണ്ടെത്തൽ പഠനവും ആശയദാന മാതൃകയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ അദ്ദേഹം കണ്ടുപിടിച്ചത്, കോൺസെപ്റ്റ് മാപ്പല്ല. കണ്ടോ, രണ്ടും രണ്ടാ. കോൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡലാണ് നമ്മുടെ ബ്രൂണർ കണ്ടുപിടിച്ചത്. ജോസഫ് ഡി നൊവാക്കാണ് ആശയചിത്രയാണ് അല്ലെങ്കിൽ കോൺസെപ്റ്റ് മാപ്പ് എന്ന സാധനം കണ്ടുപിടിച്ചത് കേട്ടോ. രണ്ടിൻ്റെയും ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ പേരുകൾ സാമ്യമുണ്ടെന്നേ ഉള്ളൂ, രണ്ടിലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. ആശയചിത്രണം കണ്ടുപിടിച്ച വ്യക്തിയാണ് ജോസഫ് ഡി നൊവാക്ക്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പോലെ ആശയദാന മാതൃക കണ്ടുപിടിച്ച വ്യക്തിയാണ് ബ്രൂണർ കേട്ടോ. മാറിപ്പോയല്ലേ രണ്ടുപേരെയും. ഓക്കെ, അടുത്തോട്ട് നോക്കിയേ. പഠിപ്പിച്ചപ്പോൾ പറഞ്ഞാണ് ക്വസ്റ്റ്യൻ നോക്കണമെന്ന് നോക്കിയേ. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിഗോസ്കിയുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര്. മൈക്രോ അധ്യാപനമാണോ, അനുഭവനിഷ്ഠ പഠനമാണോ, സംവാദാത്മകമാണോ, പ്രതിക്രിയയാണോ? ഏതാണ്? ടെസ്റ്റിൽ ഡയറക്റ്റ് അതേപടിയുള്ളതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി ലീവ് വൈഗോസ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, പ്രതിക്രിയ അധ്യാപനം. കറക്റ്റാണ് കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അകത്ത് അതേപടി കിടപ്പുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ അതേ ലൈനുമായി ചോദിച്ചിരിക്കുന്നത്, കാണിച്ചു തരാം. അതേ സെൻറ്റൻസുകൾ യാതൊരു മാറ്റവും ഇല്ലാതെ ചോദിച്ച ചോദ്യമാണ്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി എന്താണ് നമ്മുടെ ലീവ് വൈഗോസ്കിയുടെ തൊട്ട് താഴെ, ആ തിയറിയുടെ തൊട്ട് താഴെ തന്നെ ഒരു ബോക്സിലായിട്ട് അല്ലെങ്കിൽ ചെറിയൊരു ഇതിനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു സാധനമായത്. കണ്ടോ, മുമ്പേ പറഞ്ഞ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടോ? ജോസഫ് ഡി നൊവാക്കാണ് ആശയത്രികരണം കണ്ടുപിടിച്ചത് കേട്ടോ. കോൺസെപ്റ്റ് മാപ്പ് കേട്ടോ. കോൺസെപ്റ്റ് മാപ്പ് എന്ന സങ്കേതം വികസിപ്പിച്ച ആരാണ്? ജോസഫ് ഡി നൊവാക്ക കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൂടി കിട്ടി. ഓക്കെ, നോക്കിയേ. കിടക്കുന്നുണ്ടോ? കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിഗോസ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം. കണ്ടോ, അതേ ചോദ്യമല്ലേ ചോദിച്ചത്. വായനാ പരിശീലനം വിഗോസ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ ആവിഷ്കരിച്ച രീതി പ്രതിക്രിയ അധ്യാപനം. ഇനി മൈക്രോ അധ്യാപനം എന്താണെന്നറിയാലോ? നമ്മൾ എടുക്കുന്ന മൈക്രോ ടീച്ചിങ് മെത്തേഡ്. ടീച്ചിങ് മാനുവൽ എഴുതി നമ്മൾ പഠിപ്പിക്കത്തില്ലേ, അതാണ് മൈക്രോ ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്നത്. അനുഭവനിഷ്ഠ പഠനം എന്ന് വെച്ചാൽ അനുഭവങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് അനുഭവാധിഷ്ഠിത പഠനം. ഇനി സംവാദാത്മക പഠനം എന്താണ്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പോസിറ്റീവും നെഗറ്റീവും അല്ലെങ്കിൽ പ്രോൺസും കോൺസും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നതാണ് സംവാദാത്മക പഠനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ പറഞ്ഞ അനുഭവാധിഷ്ഠിത പഠനവും സംവാദാത്മക പഠനവും ആരുടെയാ പറഞ്ഞേ, അതുകൂടി പറഞ്ഞേ. ഈ അനുഭവനിഷ്ഠ പഠനവും സംവാദാത്മക പഠനവും ഒക്കെ ആര് കണ്ടുപിടിച്ചതാണ്? നമ്മുടെ പുതിയ ജ്ഞാനനിർമ്മിതിവാദികൾ കണ്ടുപിടിച്ചത് കേട്ടോ. നമ്മുടെ ആരാണ്? ഈ പറഞ്ഞ പോലെ വിഗോസ്കിയും പിയാഷെയും ബ്രൂണറും ഒക്കെ കൂടിച്ചേർന്ന് കണ്ടുപിടിച്ച രൂപങ്ങളാണ് ഇതെല്ലാം കേട്ടോ. പക്ഷേ വായനാ പരിശീലനം നൽകുന്നത് പ്രതിക്രിയ അധ്യാപനം. കാരണം അതിനകത്ത് എന്തുണ്ട്? സ്കഫോൾഡിംഗ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അത് വന്നത് കേട്ടോ. ഉത്തരം നമ്മൾ കുട്ടികളെ വായിക്കാനായിട്ട് നമ്മൾ സഹായിക്കത്തില്ല, കൈത്താങ് കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് അവിടെ ആ ഒരു ക്ലോസ് കയറി വന്നത് കേട്ടോ. അടുത്തത് നോക്കി. സ്കൂളിൽ വരുന്ന വഴിക്ക് തെരുവ് നായകളെ സൂക്ഷിക്കണമെന്ന് ഫെമീന ടീച്ചർ എപ്പോഴും കുട്ടികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. ഇപ്പോൾ ക്ലാസ്സിലുള്ള ഭൂരിഭാഗം കുട്ടികൾക്ക് എല്ലാ നായകളെയും പേടിയാണ്. അടിപൊളി. പഠന സമീപനം ബന്ധപ്പെട്ട് ഇത് എന്തിന് ഉദാഹരണമാണ്? ചോദക വിവേചനമാണോ, ചോദക സാമാന്യവൽക്കരണമാണോ, ചോദക നിയന്ത്രണമാണോ, വിലോപമാണോ? പറഞ്ഞോ. ഒരു പ്രശ്നം, നല്ലൊരു പ്രശ്നമല്ലേ? ടീച്ചർ എല്ലാ ദിവസവും പറയും തെരുവുനായുണ്ട്, സൂക്ഷിച്ചോണം, കയറി കടിക്കും, അതിൻ്റെ കീഴെ കൂടി പോലും പോകല്ലെന്ന് ടീച്ചർ എല്ലാ ദിവസവും പറയും. അപ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്തു? പതുക്കെ ആ സ്റ്റിമുലസ് റെസ്പോൺസായി തുടങ്ങി. എങ്ങനെ? ഏത് നായെ കണ്ടാലും പേടിക്കാൻ തുടങ്ങി. വീട്ടിൽ വളർത്തുന്ന നായെ പോലും പേടിക്കുന്നു. അതെന്തിന് ഉദാഹരണമാണ്? ചോദക സാമാന്യവൽക്കരണം. ശരിയല്ലേ? അതിന് നല്ലൊരു ഉദാഹരണം. അപ്പോൾ എന്ത് ചെയ്യില്ല, അങ്ങനെ ഒരു കാര്യങ്ങൾ കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കരുത്. പേടി വേണം. നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. ഇതുപോലെയുള്ള തെരുവ് നായകളെ കണ്ടാൽ നിങ്ങൾ കുറച്ച് മാറി നടക്കുകയോ അതിനെ ഉപദ്രവിക്കാൻ പോവുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. എല്ലാ ദിവസവും ഇങ്ങനെ കൊടുത്താൽ കുട്ടികൾ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ബെറ്റർ എക്സാമ്പിൾ, ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് അവിടെ റിഗ്രറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അവിടെ കുട്ടികളിൽ എപ്പോഴും ഇത് ഏത് പട്ടിയെ കണ്ടാലും അയ്യോ കടിക്കുമോ അല്ലെങ്കിൽ എന്നെ വല്ലതും ചെയ്യുമോ എന്നൊരു ചിന്താഗതി വരും. അതെന്താണ്? ചോദക സാമാന്യവൽക്കരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പഠിച്ച ഒരു കാര്യവുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട കാര്യം വരുമ്പോൾ, സിറ്റുവേഷൻ വരുമ്പോൾ അതിനോട് പ്രതികരിക്കുന്നു. അതിന് പറയുന്ന പേരാണ് ചോദക സാമാന്യവൽക്കരണം. ഇനിയും ഈ 4 കാര്യങ്ങളും ആര് കണ്ടുപിടിച്ചതാ? കേൾക്കട്ടെ. ചോദക വിവേചനവും ചോദക സാമാന്യവൽക്കരണവും ചോദക നിയന്ത്രണവും വിലോപവും ഒക്കെ ആര് കണ്ടുപിടിച്ചതാ? ആരാ കണ്ടുപിടിച്ചേ? പറഞ്ഞേ. പപ്പ വായേ പൂത്തയ്ക്കകത്തുള്ള പാവ്ലോവ് കേട്ടോ. പാവ്ലോവിൻ്റെ തിയറിക്കകത്ത് വന്നാണ് ഇത് കേട്ടോ.
പാവ്ലോവ് ആരായിട്ട് അറിയപ്പെടുന്നത്? പാവ്ലോവ് ആരായിട്ട് അറിയപ്പെടുന്ന ഒരു ഓക്കെ, കറക്റ്റ് കേട്ടോ. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ വക്താവാണ് പാവ്ലോവ് കേട്ടോ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കുക. ഇനി എന്താണ് വിലോപം? വിലോപം ലോപിക്കുക എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കുക. അതായത് അഭ്യസിച്ച ഒരു പ്രതികരണത്തെ വേണമെങ്കിൽ നമുക്ക് ഇല്ലാതാക്കാം. അതിനെയാണ് വിലോപം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 2 പുനഃപ്രാപ്തി, വേണമെങ്കിൽ ആ ഇല്ലാതാക്കിയതിനെ തിരിച്ച് വീണ്ടും കൊണ്ടുവരാം. 3 വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടൈം ഗ്യാപ്പ് വരുത്തുവാണെങ്കിൽ തിരികെ കൊണ്ടുവരികയോ ഇല്ലാതാക്കുകയോ ചെയ്യാം. 4മത്തെയാണ് എപ്പോഴും ചോദിച്ചത്, എന്താണ് ചോദക സാമാന്യവൽക്കരണം. ഒരു പ്രതികരണത്തെ ആസ്പദമാക്കിയ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉടനെ ഉണ്ടാകുന്ന പ്രതിക്രിയയാണ് ചോദക. ഇവിടെ കണ്ടോ, ഒരു പ്രവണത അവർ ആവിഷ്കരിച്ച് എന്താണ്, അല്ലെങ്കിൽ അവരിലുണ്ടായിരുന്നു. ടീച്ചർ എല്ലാ ദിവസവും ക്ലാസ്സിൽ പറയും പട്ടികളെ സൂക്ഷിക്കണം. അപ്പോൾ നേരിട്ട് കാണുമ്പോൾ എല്ലാ പട്ടികളെയും, അല്ലെങ്കിൽ നേരിട്ട് ഏത് പട്ടിയെ കണ്ടാലും കൊച്ചിന് അതെന്ത് ചെയ്യുന്നു, ആ ഒരു പ്രതികരണം ഉണ്ടാകുന്നു. ആണ് ചോദക സാമാന്യവൽക്കരണം ഉദ്ദേശിക്കുന്നത്. ചോദക വിവേചനം എന്ന് പറഞ്ഞാൽ എന്താണ്, ഓരോന്നിനെയും തിരിച്ച്, അല്ലെങ്കിൽ ഓരോന്നിനെയും തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പറയുന്നതാണ് എന്ത്, ചോദക വിവേചനം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് മറ്റൊരു ചോദ്യം ചോദിച്ചാൽ ഈ ചോദക സാമാന്യ, നമ്മൾ ഈ കൊച്ചു ക്ലാസ്സിൽ അല്ലെങ്കിൽ കൊച്ചു പ്രായത്തിൽ നമ്മൾ കുട്ടികളെ പോലീസ് പിടിക്കും, പട്ടാളം പിടിക്കും എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ പേടിപ്പിക്കത്തില്ലേ? ഒന്നും കഴിച്ചില്ലെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ കിടന്നൊക്കെ ബഹളം ഉണ്ടാക്കുമ്പോൾ പേടിപ്പിക്കാറില്ലേ? പോലീസ് പിടിക്കും, അല്ലെങ്കിൽ കാക്കി ഉടുപ്പിട്ട ആളെ കണ്ടാൽ നമ്മൾ പറയത്തില്ല ഏട്ടാ പോലീസ് വരുന്നുണ്ട്, പോലീസ് പിടിക്കും, അല്ലെങ്കിൽ പട്ടാളം വരുന്നുണ്ട്, പട്ടാളം പിടിക്കുന്നതിന് പേടിപ്പിക്കത്തില്ലേ? ആ ഒരു പ്രവണതയും ചോദക സാമാന്യവൽക്കരണം. വളർന്നു വരുന്ന കുട്ടികൾക്ക് ഈ പറഞ്ഞ കാക്കി ഉടുപ്പിനോടൊരു പേടി അല്ലെങ്കിൽ ഒരു ഭയം കാണും. കുട്ടികൾ അവരിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കും കേട്ടോ. അതും എന്തിന് എക്സാമ്പിളാണ് ഈ പറഞ്ഞ ഈ ആരെ കണ്ടാലും, പിന്നെ ആരെ കണ്ടാലും, അല്ലെങ്കിൽ കാക്കി ഉടുപ്പിട്ട ഡ്രൈവറെ കണ്ടാൽ പോലും പേടിയാവുന്നത് ഈ ചോദക സാമാന്യവൽക്കരണത്തിന് ഉദാഹരണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇതെല്ലാം കണ്ടുപിടിച്ചത് പാവ്ലോവാണ് തൻ്റെ തിയറി വഴി കേട്ടോ. ആരില്ല പാവ്ലോവ് തിയറി നടത്തിയത്? അല്ല. ഓക്കെ, കറക്റ്റ്, പട്ടിയില കേട്ടോ. യെസ്, കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൈമറി തലത്തിൽ പഠനം പാൽപ്പായസമാക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പഠനമാധ്യമം? കുട്ടിയുടെ മാതൃഭാഷയാണോ, ഇംഗ്ലീഷ് പഠനമാധ്യമമാണോ, ഹിന്ദി പഠനമാധ്യമമാണോ, മുകളിൽ സൂചിപ്പിച്ച എല്ലാമാണോ? മാതൃഭാഷ കറക്റ്റാണ്. മദർ ടങ് ഓഫ് ദി ചൈൽഡ്. നമ്മളെപ്പോഴും പറയില്ലേ, നമ്മുടെ ഏത് കാര്യങ്ങൾ വന്നാലും ഭരണഭാഷ, മാതൃഭാഷ എപ്പോൾ വന്നതാണ് നിലവിൽ? ഭരണഭാഷ, മാതൃഭാഷ ഓർമ്മയുണ്ടോ? വേണമെങ്കിൽ ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്. ഭരണഭാഷ നിങ്ങൾ കണ്ടില്ലേ? ഏത് സർക്കിളിൽ ഇറങ്ങിയാലും എൻ്റെ മേളിൽ കണ്ടിട്ടുണ്ടോ ഭരണഭാഷ, മാതൃഭാഷ എന്ന് എഴുതി വെച്ചിരിക്കുന്നേ? കണ്ടിട്ടില്ലേ? സർക്കിളിലൊക്കെ നോക്കണം. ഗവൺമെൻറ്റൊക്കെ ഇറക്കുന്ന സർക്കിളിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? അതിൻ്റെ മേളിലൊരു സാധനം എഴുതിയിട്ടുണ്ട്, എപ്പോഴും ഭരണഭാഷ, മാതൃഭാഷ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ല ഇതൊന്നും ആരും? അത് ഒരു സിമ്പലും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഏത് സർക്കിളിൽ നമ്മൾ നോക്കിയാലും അതിൻ്റെ മേളിൽ കാണും. എന്തെങ്കിലും സർക്കിളിനകത്ത് കാണുമായിരിക്കുമല്ലോ. അപ്പോൾ ആ സർക്കിൾ ഏത് നോക്കിയാലും നമുക്ക് ഓഡിറ്റ് പെർഫോമ അതിൻ്റെ അകത്തില്ലായിരിക്കും. അതിൻ്റെ അകത്ത് എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ പോലെ ഈ ഭരണഭാഷ, മാതൃഭാഷ എന്ന് പറഞ്ഞുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും 2019 കേട്ടോ. 2019 ഈ ഒരു കോൺസെപ്റ്റ്. അതായത് കേരളത്തിലായിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എഴുതുന്ന ഏത് ഓഫീസിൽ പോയാലും നമ്മൾ എഴുതുന്നത് എന്താണ്, നമ്മുടെ മലയാളത്തിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കണം നിർബന്ധമായി, ശരിയല്ലേ? അപ്പോൾ ഇങ്ങനെ മലയാളത്തിൽ തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ ഭാഷയോട് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയോടുള്ള സ്നേഹമാണ് നമ്മളവിടെ കാണിക്കുന്നത് കേട്ടോ. സോ അതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കണം. ഭരണഭാഷ, മാതൃഭാഷ റണ്ണായത് എപ്പോഴാണ്? നമ്മുടെ 2019 കേട്ടോ. ഓക്കെ, നമുക്കൊരു PDF ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ എല്ലാ സർക്കുലറും, അതായത് ഗവൺമെൻറ് ഇറക്കുന്ന എല്ലാ സർക്കുലറിൻ്റെയും മേളിൽ ഹെഡിങ് ആണ് ഭരണഭാഷ, മാതൃഭാഷ കേട്ടോ. ഇപ്പോൾ എടുത്ത് കാണിച്ചു തരാം. ഒരു സർക്കുലർ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്, ഫോണിലുണ്ടായിരുന്നു, ആപ്പിൽ അങ്ങനെ ഇടാറില്ല. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എൻ്റെ സൈഡിൽ കാണും എപ്പോഴും എന്താണ് ഡ്രഗ് അബ്യൂസ് ആയിട്ടുള്ളൊരു ഇതും കാണും, ലോഗോയും കാണും, എല്ലാ എന്തിൻ്റെയും ഇത് കൂടെ നമ്മുടെ സർക്കിളിൻ്റെയും കൂടെ കേട്ടോ. ഏത് സർക്കിൾ നമുക്ക് ഇറങ്ങിയാലും അങ്ങനെ ഒരു സാധനം നമുക്കെപ്പോഴും അടിച്ചു വരും കേട്ടോ. ഓക്കെ, ഓപ്പൺ കണ്ടോ കിടക്കുന്നേ? ഭരണഭാഷ, മാതൃഭാഷ കണ്ടോ? ഏത് സർക്കുലറാണ്? DG എന്നുള്ള സർക്കുലറാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മേളിൽ കിടക്കുന്നുണ്ടോ ഭരണഭാഷ, മാതൃഭാഷ? നിങ്ങൾ ഏത് സർക്കിൾ എടുത്ത് നോക്കിയാലും അതിൻ്റെ മേളിൽ കാണും കേട്ടോ. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അകത്തുള്ള ഏത് സർക്കിൾ നോക്കിയാലും അതിൻ്റെ അകത്ത് ഇങ്ങനൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. അത് നിലവിൽ വന്ന 2019 തൊട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ ഇങ്ങനെയൊരു സേ നോ ടു ഡ്രഗ്സ്, ലഹരിക്കെതിരെ പോരാടാം എന്നൊരു സാധനം അതിൻ്റെ സൈഡിൽ കാണും. ഇത് എന്തിനുള്ളതാണ്? ഇത് മറ്റേ സ്നേഹം പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട സർക്കിളാണ് കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഫോണിൽ തപ്പിപ്പോൾ കിട്ടിയതാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യം ഓർത്തിരിക്കണം.
നമ്മുടെ ഏത് മാധ്യമം കുട്ടികളെ പഠിപ്പിച്ചാലും കുട്ടികളുടെ തനതായിട്ടുള്ള ഭാഷ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അറിയാവുന്ന മാതൃഭാഷയിൽ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ പഠനം പാൽപ്പായസം പോലെയാകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എബ്രഹാം മാസ്ലോയുടെ വ്യക്തിത്വ പഠനവുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ചുവടെയുള്ള ചിത്രത്തിൽ ലെവൽ 5 ഏറ്റവും ഉയർന്ന രീതിയിൽ വരുന്നത് ഏതാണ്? ഏറ്റവും ഉയർന്നുള്ള ഏതാ? ആത്മസാക്ഷാത്കാരം. ഓക്കെ, സെൽഫ് അക്വിറ്റേഷൻ ആണ് ഏറ്റവും ഉയർന്ന ലെവലിൽ ഉള്ളത്. ഇനി ഒന്നാമത്തെ ലെവൽ അറിയാവോ? ശാരീരിക ആവശ്യങ്ങൾ. രണ്ടാമത്തേതോ? സുരക്ഷിതത്വം. മൂന്നാമത്തേത്? ഓക്കെ, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക. നാലാമത്തേത്? അല്ല, ആദരിക്കപ്പെടുക. അഞ്ചാമത്തേത്? വൈജ്ഞാനികം. ആറാമത്തേത്? സൗന്ദര്യാത്മകം. ഏഴാമത്തേതാണ് ഈ പറഞ്ഞ ആത്മസാക്ഷാത്കാരം കേട്ടോ. ആ റേഞ്ച് പഠിക്കണം. ചിലപ്പോൾ ഇടയ്ക്കു എന്നൊക്കെ ചോദിക്കാം. ഇടയ്ക്കു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എവിടെ വരുന്നു എന്നൊക്കെ തിരിച്ചും മറിഞ്ഞ് ചോദിക്കാം. കിടക്കും കേട്ടോ. ശാരീരിക ആവശ്യം, സുരക്ഷിതത്വം, സ്നേഹിക്കുക, സ്നേഹിക്കപ്പെടുക, ആദരിക്കുക, വൈജ്ഞാനികം, സൗന്ദര്യാത്മകം, ആത്മസാക്ഷാത്കാരം. ഇതാണ് എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിക്കകത്തുള്ള അവസാനത്തെ തലം എന്ന് പറയുന്നത്. അത് മിക്കപ്പോഴും ചോദിച്ചിട്ടുണ്ട്. സോ നോക്കിയിട്ട് വേണം. അപ്പോൾ അല്ലെങ്കിൽ ഇടയ്ക്ക് എന്ന് ചോദിക്കും കേട്ടോ. മൂന്നാമത്തെ ലെവൽ ഏത്, നാലാമത്തെ ലെവൽ, അഞ്ചാമത്തെ ലെവൽ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. സോ അത് ഓർത്തിരിക്കണം. അടുത്ത ചോദ്യം. ഓക്കെ, 16ാമത്തെ ചോദ്യം. ഓക്കെ, മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ സുപ്രധാനമായ ഘട്ടങ്ങളിൽ യാഥാർത്ഥ്യബോധ തത്വവുമായി ബന്ധപ്പെട്ട ഘടകം ഏതാണ്? അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട ഘടകം ഏതാണ്? അഹമാണോ, ഇതാണോ, അത്യഹമാണോ? അഹം. ഉറപ്പാ? ഇതാരാ മുന്നോട്ട് കൊണ്ടുവച്ചേ? മനോവിശ്ലേഷണ സിദ്ധാന്തം ആരുടെയാ? കേൾക്കട്ടെ. ഓക്കെ, കറക്റ്റാണ്. സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ ആണ് മനോവിശ്ലേഷണ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ, ശരിയാണ്. അതിൻ്റെ അകത്തുള്ള 3 കാര്യങ്ങളാണ് ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. അതിലെ അഹമാണ് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾ കേട്ടോ. റിയാലിറ്റിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളാണ് നമ്മുടെ അഹം എന്ന് പറയുന്നത്. ഇനി ഇതാണെങ്കിൽ എന്താണ്? മറ്റൊരു പേര് പറയും ഇതിന് പറയുന്ന പേരെന്നാ? സുഖതത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ കേട്ടോ. നമ്മുടെ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷറായിട്ട് അറിയപ്പെടുന്നത്. അത്യഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ ആണെങ്കിൽ നമുക്കറിയപ്പെടുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ സാൻമാർഗിത്വം കേട്ടോ. അപ്പോൾ ഈ കാര്യം ഇതിൻ്റെ അവസാനം തന്നെ കാണുമായിരിക്കും. ഇതിൻ്റെ അവസാനം തന്നെ ഉള്ളതാണ്. ആ 3 കാര്യങ്ങൾ ഓർത്തിരിക്കണം. നമ്മുടെ ഇതിനകത്ത് വരുന്ന 3 കാര്യങ്ങൾ, ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, സൈക്കോ അനാലിസിസ് തിയറിക്കകത്ത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ തിയറിക്കകത്ത് വന്ന 3 ആൾക്കാരാണ്. എന്ത്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഉണ്ടോ? ഇതാണെങ്കിൽ സുഖതത്വം ഉണ്ടോ, പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷറാണ്. ഇതിനെ പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്ന് പറയുന്നു. അഹമാണെങ്കിൽ ഉണ്ട്, ഇവിടെ ചോദിച്ചുണ്ടോ, യാഥാർത്ഥ്യ ബോധത്വം അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റിയാണ്. അത്യഹമാണെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റിയാണ് അല്ലെങ്കിൽ സാൻമാർഗിക തത്വം. അതായത് നന്മ തിന്മകളെ വേർതിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശരി തെറ്റുകൾ മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നതാണ് അത്യഹം അല്ലെങ്കിൽ സൂപ്പർ ഈഗോ. ഇനിയും ഇവിടുത്തെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? ഈ 3 പേരിൽ അതും ചോദിച്ചിട്ടുണ്ട്. പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ആരാണ്? അല്ല, അഹമ കേട്ടോ. അഹമാണ് പോലീസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ അഹമാണ്. അതുപോലെ തന്നെ വ്യക്തിത്വത്തിൻ്റെ പാലകൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫ് പേഴ്സണാലിറ്റി എന്നറിയപ്പെടുന്നതും ഈ പറഞ്ഞ അഹം തന്നെയാണ് കേട്ടോ. ഈഗോ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈഗോ എന്ന് പറഞ്ഞാൽ നിനക്ക് ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളൊരു വേണ്ടാത്ത രീതിയിൽ ഈഗോ ചിത്രീകരിക്കുന്നത്. പക്ഷേ ഈഗോ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ പാലകനായിട്ടും പോലീസ് ഫോഴ്സ്, അതായത് നമ്മളെ പിടിച്ചു നിർത്തുകയും അതുപോലെ തന്നെ യാഥാർത്ഥ്യ ബോധത്തോടെ നമ്മളെ പെരുമാറ്റുകയും ചെയ്യുന്ന ആളാണ് അഹം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 പേരുണ്ട്. ഒന്ന് യാഥാർത്ഥ്യ ബോധത്വം അനുസരിച്ച് പെരുമാറുന്നു, പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ഉണ്ട്, പോലീസ് ഫോഴ്സ് ഉണ്ട്, വ്യക്തിത്വത്തിൻ്റെ പാലകനുണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. സൂപ്പർ ഈഗോ ആണെങ്കിൽ എന്താണ്? നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി കേട്ടോ. അതായത് നമ്മുടെ സാൻമാർഗിക തത്വം അനുസരിച്ച് വളരുന്നു. അതുപോലെ തന്നെ ഇതാണെങ്കിൽ സുഖതത്വം, ഞാൻ, എൻ്റേത്, എൻ്റെ വിജയം എന്ന് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരില്ലേ, അവരിൽ കൂടുതൽ പ്രവർത്തിക്കുന്ന ഇതായിരിക്കും കേട്ടോ. ആണ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലഷർ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗണിത പഠനം പഠിപ്പിക്കുന്ന അസിറ്റ് ടീച്ചർ കുട്ടികളോട് ഒരേപോലെയുള്ള 4 വസ്തുക്കളും 3 വസ്തുക്കളും ചേർത്ത് വെച്ച് ആകെ എത്ര വസ്തുക്കളുണ്ട് എന്ന് കണ്ടെത്താൻ പറഞ്ഞു.
തുടർന്ന് 4 വസ്തുക്കളും 3 വസ്തുക്കളും വെച്ച് ആകെ വസ്തുക്കൾ രൂപപ്പെടുത്തിയിരിക്കുന്ന ചിത്രം കണ്ടെത്താൻ പറഞ്ഞു. പിന്നീട് ഇതിനെ ഗണിതപരമായി അക്കങ്ങൾ ഉപയോഗിച്ച് സൂചിപ്പിക്കാൻ പറഞ്ഞു. ഇപ്രകാരം പഠനത്തിലൂടെയുള്ള ആശയ സാംശീകരണം സാധ്യമാക്കുന്ന രീതി മുൻപോട്ട് വെച്ചത് ആരാണ്? ബ്രൂണറാണോ, വൈഗോസ്കിയാണോ, നോം ചോംസ്കിയാണോ, തോണ്ടയ്ക്കാണോ? 3 രീതി പറഞ്ഞത് ആരാ ആ കൂട്ടത്തിൽ? പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ആരുടെയാ? ബ്രൂണർ. അന്ന് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞില്ലായിരുന്നോ ഒരു എക്സാമ്പിൾ? നമ്മൾ കല്ലെടുക്കുന്ന കേസാണ് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? കല്ല് പറക്കി വെച്ചിരുന്ന കേസ് അല്ലെങ്കിൽ സ്റ്റാർ ഒട്ടിക്കുന്ന കേസ് ഞാൻ പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. കൊച്ചിനോട് ഒരു 5 കല്ല് പറക്കൊണ്ട് വരാൻ പറഞ്ഞു. 5 കല്ലിൽ നിന്ന് 3 കല്ലുകൾ നമ്മൾ 5, 3, 3, 2, 5 എന്ന് പറഞ്ഞു. പിന്നെ അത് 5 + 3 = 2 + 3 = 5 എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കി, ഇത് അത് തന്നെയല്ലേ? ഒന്ന് പ്രവർത്തിപ്പിച്ചു, 2 ബിംബങ്ങളുടെ കാര്യങ്ങൾ അവതരിപ്പിച്ചു, 3 വസ്തുക്കൾ പ്രവർത്തിപ്പിച്ചു, ബിംബിപ്പിച്ചു, അതുപോലെ തന്നെ പ്രതിരൂപാത്മകം ചെയ്തു. അതായത് നമ്മൾ പിക്ചോറിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തു. അത് കണ്ടുപിടിച്ച രീതിയാണ് ജെറോം എസ് ബ്രൂണർ കണ്ടുപിടിച്ച പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. ഓക്കെ, ഇനി വൈഗോസ്കി ആരാന്നറിയാമല്ലോ. വൈഗോസ്കി ആരാ? ഇപ്പോൾ പറഞ്ഞേ ഉള്ളൂ, നമുക്കറിയാം വിഗോസ്കിയാണ്. വിഗോസ്കി കണ്ടുപിടിച്ച 3-4 ടേംസ് പറയാവോ? അത് കേൾക്കട്ടെ. വിഗോസ്കി കണ്ടുപിടിച്ച 3-4 ടേംസ്. ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, സ്കഫോൾഡിങ്, പിന്നെ CAL, PAL, കറണ്ട് എബിലിറ്റി ലെവലും പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലും ഒക്കെ വിഗോസ്കിയുടെ കേട്ടോ. നോം ചോംസ്കി ആരാ? നോം ചോംസ്കി, ഹൂ ഈസ് നോം ചോംസ്കി? പറഞ്ഞേ, ആരാ? എന്ത്? യൂണിവേഴ്സൽ ഗ്രാമർ. കാരണം ശരി കേട്ടോ. ഒരു ലിംഗ്വിസ്റ്റിക് ആയിരുന്നു അദ്ദേഹം. UG, യൂണിവേഴ്സൽ ഗ്രാമർ തിയറി, അല്ലെങ്കിൽ മറ്റൊരു പേരുണ്ട് അതിന്, എന്താണ്? ലാഡ്, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. ഓക്കെ, അതൊക്കെ ശരിയാണ്. ഞാൻ ചോദിച്ചത് വേദത്തിന് മറ്റൊരു പേര് പറയും. UGക്ക് മറ്റൊരു പേര് പറയും. എന്താണ്? സർവഭാഷാ വ്യാകരണം കേട്ടോ. സർവഭാഷാ വ്യാകരണം, എല്ലാ ഭാഷകളെയും പറ്റിയുള്ള വ്യാകരണശേഷി കുട്ടികൾക്കുണ്ട് എന്ന് പറഞ്ഞ വ്യക്തിയാണ് നോം ചോംസ്കി. അതുപോലെ തന്നെ അതിന് മറ്റൊരു പേര് ഞാൻ പറഞ്ഞായിരുന്നു, പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണപ്പെടുന്ന ഒരു പേരാണ് രചനാന്തര പ്രജനന വ്യാകരണം കേട്ടോ. നല്ലൊരു പേരല്ലേ, രചനാന്തരണ പ്രജനന വ്യാകരണം കേട്ടോ. അത് നോം ചോംസ്കിയുടെയാണ്. വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാമെന്നില്ല കേട്ടോ, ചോദിക്കാതിരിക്കാം. അതിന് മറ്റൊരു പേരാണ് രചനാന്തര പ്രജനന വ്യാകരണം. അതുപോലെ തന്നെ അദ്ദേഹം ഇംഗ്ലീഷിനകത്ത് പറഞ്ഞതാണ്, എവറി ഇൻബോൺ ചൈൽഡ് ഹാസ് ആൻ എബിലിറ്റി ടു അക്വയർ ഓൾ ദി ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ ഇൻബോൺ കേട്ടോ. ജനിച്ചു വീഴുന്ന ഏതൊരു കൊച്ചിനും അതിൻ്റെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ അടക്കം പഠിക്കാനുള്ള കഴിവ് ഏതൊരു ഭാഷയ്ക്കും ആ ഒരു കൊച്ചിനുണ്ട് എന്നാണ് നോം ചോംസ്കി പറഞ്ഞത്. ഇനി തോണ്ടയ്ക്ക് ആരാ? ഇപ്പം നമ്മൾ പറഞ്ഞ ആളാണ് നമ്മുടെ തിയറി കണ്ടുപിടിച്ച വ്യവഹാരവാദിക്കകത്തുള്ള ആളാണ് തോണ്ടയ്ക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. സന്തോഷകരവും സന്താപകരവുമായ പ്രബലങ്ങളുടെ ഉപയോഗത്തിലൂടെ വ്യവഹാര പ്രവർത്തനം സാധ്യമാവുമെന്ന് സൂചിപ്പിക്കുന്ന സിദ്ധാന്തം ഏതാണ്? പഠന നിയമത്രയമാണോ, അനുബന്ധ സിദ്ധാന്തമാണോ, പ്രവർത്തനാനുബന്ധ സിദ്ധാന്തമാണോ, ഗസ്റ്റാൾട്ടിസമാണോ? എന്തായാലും ചോദിക്കണ്ടോ. സന്തോഷകരവും സന്താപകരവുമായ പ്രബലനങ്ങൾ എന്ന് പറഞ്ഞാൽ പഴയ കാര്യത്തിലേക്ക് പോയി കണ്ടോ. എന്ന് പറഞ്ഞാൽ വ്യവഹാരവാദത്തിലേക്ക് പോയി, ബിഹേവിയറിസ്റ്റിലേക്ക് പോയി. വ്യവഹാരം വന്നല്ലോ. അത് പരിവർത്തനം സാധ്യമാകുന്നുവെന്ന് സൂചിപ്പിക്കുന്ന തിയറി ഏതാണ്? പഠനമാണോ, അതോ അനുബന്ധനമാണോ, പ്രവർത്തനാനുബന്ധനമാണോ, അതോ ഗസ്റ്റാൾട്ടിസമാണോ? ഏതാണ്? ഓക്കെ, കറക്റ്റാണ്. ഒപ്പേറൻ കണ്ടീഷനിങ് വഴിയാണ് സന്തോഷകരവും അതുപോലെ തന്നെ സന്താപകരവുമായിട്ടുള്ള പ്രബലങ്ങളുടെ ഉപയോഗത്തിലൂടെ വ്യവഹാര പ്രവർത്തനങ്ങൾ നമുക്ക് സാധ്യമാക്കാമെന്ന് പറഞ്ഞത്. ഇത് കണ്ടുപിടിച്ചത് ആരാണ്? പ്രവർത്തനാനുബന്ധ സിദ്ധാന്തം, ഒപ്പേറൻ കണ്ടീഷൻ കണ്ടുപിടിച്ചത് ആരാ? മുമ്പേ പറഞ്ഞ ക്ലാസിക്കൽ കണ്ടീഷനിങ് ആയിരുന്നു, പാവ്ലോവ്. അപ്പം ഈ ഒപ്പേറൻ കണ്ടീഷൻ കണ്ടുപിടിച്ചത് ആരാണ്? ഓക്കെ, കറക്റ്റാണ് കേട്ടോ. ഓക്കെ, ശരിയാ. അപ്പോൾ ആ കാര്യം കൂടി ഓർത്തിരിക്കണം കേട്ടോ. ഇനി തോണ്ടയ്ക്ക് ആരായിട്ട് അറിയപ്പെടുന്നത് ഓർക്കുന്നുണ്ടോ? ശ്രമപരാജയത്തിൻ്റെ വ്യക്താവ് കേട്ടോ. ട്രയൽ ആൻഡ് എറർ. ഇനി പഠന നിയമത്രയം എന്താ? തിയോളജി ഓഫ് ലേണിംഗ് പഠിപ്പിച്ചതാ, ഓർക്കുന്നുണ്ടോ? പഠന നിയമത്രയം, തിയോളജി ഓഫ് ലേണിംഗ്. മറന്നുപോയോ? എന്തോ? അത് തന്നെ മുമ്പേ പറഞ്ഞ സാധനങ്ങൾ. അതായത് 3 നിയമങ്ങളെ, തോണ്ടയ്ക്കിൻ്റെ 3 നിയമങ്ങളെയാണ് നമ്മൾ പഠന നിയമത്രയം എന്ന് പറയുന്നത്. ഇനിയും അനുബന്ധന സിദ്ധാന്തം എന്താണെന്നറിയാലോ? അനുബന്ധിക്കുക, ഒരു കാര്യത്തെ സ്റ്റിമുലസ് റെസ്പോൺസുമായിട്ട് നമ്മൾ അനുബന്ധിക്കുമ്പോൾ എന്നെ ഉണ്ടാവും, അവിടെ ഒരു റിസൾട്ട് ഉണ്ടാവും. അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഗസ്റ്റാൾട്ടിസം ഇപ്പോഴും പറഞ്ഞു, മുമ്പേയും പറഞ്ഞു. ഗസ്റ്റാൾട്ടിസം കണ്ടുപിടിച്ചത് കൊക്കോമ, അതിൻ്റെ അകത്ത് വരുന്നതാണ് മറ്റേയുള്ള നിയമങ്ങളെല്ലാം കേട്ടോ. മുമ്പേ പറഞ്ഞ നിയമങ്ങളെല്ലാം എൻ്റെ അകത്തുള്ളതാണ്. സോ അതെല്ലാം ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ചുവടെ കൊടുത്തിരിക്കുന്ന ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ സഹകരണം ഉറപ്പാക്കുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രവർത്തനം ഏതാണ്? സഹകരണം ഉറപ്പാക്കണം കേട്ടോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ഓപ്പറേഷൻ ശരിയാക്കണം. കഥ പറയലാണോ, പാട്ട് പാടലാണോ, കളിയിൽ ഏർപ്പെടലാണോ, ചിത്രരചനയാണോ? കളിയിൽ ഏർപ്പെടലോ, കറക്റ്റാണ്. ബാക്കി എല്ലാത്തിനകത്ത് സിംഗിൾ ഐറ്റം ആകും കേട്ടോ. ശ്രദ്ധിച്ചായിരുന്നോ? എപ്പോഴും ഉണ്ടോ സഹകരണം എന്ന് പറഞ്ഞാൽ 1 or more person is there അല്ലേ, 1 or more student is there. സോ ഇവിടെ പറഞ്ഞ 3 ഇൻഡിവിജ്വൽ വർക്കാണ് പറയുന്നത്. കഥ പറയാനും പാട്ട് പാടാനും ചിത്രം രചിക്കാനും ഒക്കെ എന്താണ് ഇൻഡിവിജ്വലായിട്ടാണ് വരുന്നത്. പക്ഷേ കളിയിൽ ഏർപ്പെടുമ്പോൾ നമുക്കറിയാം അവർ തമ്മിൽ, നിങ്ങൾ പിള്ളേരെ പുറത്ത് കളിക്കാൻ വിടുമ്പോൾ നമുക്കറിയാൻ പറ്റും പല പ്രശ്നങ്ങൾ കാണും അല്ലേ, അവർ തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യും. സോ അവിടെ ഒരു സഹകരണം ഉറപ്പാക്കാൻ ഏറ്റവും നല്ല പ്രവർത്തനമാണ് കളിയിൽ ഏർപ്പെടുക കേട്ടോ. ഓപ്ഷൻ ചെയ്യാനുള്ള കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി ബുദ്ധിയുമായി ബന്ധപ്പെട്ട ചാൾസ് സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിലെ 2 ഘടകങ്ങൾ ഏതെല്ലാം? ജിയും എസും ആണോ, വിയും എമ്മും ആണോ, ജിയും എഫും ആണോ, എയും സിയും ആണോ? അടിപൊളി, ജി എസും കേട്ടോ. എന്താണ് ജി എസിൻ്റെ ഫുൾ ഫോം? ഓ മിടുക്കി, പാസ്സാവും. ഓക്കെ, ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടറും കേട്ടോ. ബാക്കി എല്ലാ ആൾക്കാരെയും ഓർത്തിരിക്കണം കേട്ടോ. ഈ വി എമ്മും ജി എഫും ഞാൻ പഠിപ്പിച്ചിട്ടില്ല, എ സിയും ഞാൻ പഠിപ്പിച്ചിട്ടില്ല. മാത്സിലൊക്കെ പഠിപ്പിച്ചെന്നിരിക്കും, പക്ഷേ ഇതിനകത്തില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കുട്ടികളുടെ വികാരവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചൂടെ കൊടുക്കുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഇതുണ്ടോ? അത് വീണ്ടും ബോൾഡാക്കിയിരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലായിരുന്നു. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? വികാരങ്ങൾ തീവ്രമാണ്, വികാര പ്രകടനം കൂടെ ഉണ്ടാകുന്നു, വികാരങ്ങൾ അല്പായുസുള്ളവയാണ്, വികാരങ്ങൾ സ്ഥിരമാണ്. ഏതാണ്? കുട്ടികളുടെ കാര്യം ചോദിച്ചോ കേട്ടോ. ഏതാ കുട്ടികളുടെ കാര്യത്തിൽ? വികാരങ്ങൾ സ്ഥിരമാണ് എന്നുള്ള പ്രസ്താവന തെറ്റാണ് കേട്ടോ, തെറ്റാണ്. ബാക്കി വികാരം തീവ്രം ഞാൻ പറഞ്ഞായിരുന്നില്ലേ. കുട്ടികൾ നമ്മുടെ എന്താണ് പറയുന്നത്, എവിടെയാണെങ്കിലും പരിസരം നോക്കാതെ കുട്ടികൾ പെരുമാറും. അവർക്ക് വേണ്ട കാര്യത്തെപ്പറ്റി അവർ നല്ലപോലെ വാശി പിടിക്കുകയും ചെയ്യും. അപ്പോൾ വികാരം തീവ്രമാണ്. പിന്നെ വികാരപ്രകടനം കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കരഞ്ഞു വെച്ച് അടുത്ത 2 സെക്കൻഡ് കഴിഞ്ഞ് കരഞ്ഞുകൂടാ അല്ലെങ്കിൽ ചിരിച്ചുകൂടാ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം അത് കൂടെ ഉണ്ടായിട്ട് വരുന്നതാണ്. അടുത്താണ് വികാരങ്ങൾ അല്പായുസുള്ളവയാണ് എന്ന് പറയുന്നതാണ്. കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇരിക്കത്തുള്ളൂ. കരയുന്ന ഒരു കൊച്ചിനെ ചിരിപ്പിക്കാൻ നമുക്കൊരു മുട്ടായി മതി, ശരിയല്ലേ? അപ്പം വികാരങ്ങൾക്ക് അല്പമായിട്ടുള്ള ആയുസേ ഉള്ളൂ. പിന്നെ വികാരങ്ങൾ സ്ഥിരമാണ്. ഒരിക്കലും വികാരങ്ങൾ സ്ഥിരമായിട്ട് കൊണ്ട് നടക്കത്തില്ല കുട്ടികൾ, അത് മാറിയും മറിഞ്ഞുമൊക്കെ വരും കേട്ടോ. ഇനിയും RT ആക്ട് 2009 ഇന്ത്യ ഗവൺമെൻറ് ബാധകമാക്കിയിരിക്കുന്നത് ആരെയാണ്? ഇന്ത്യയിലാകമാനമാണോ, ജമ്മു കാശ്മീർ ഒഴികെയുള്ള ഇന്ത്യ മുഴുവനാണോ, അതോ ഇന്ത്യയിൽ മുഴുവൻ സംസ്ഥാനങ്ങളിലുമാണോ, അതോ ജമ്മു കാശ്മീർ കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഒഴികെയുള്ള ഇന്ത്യ മുഴുവനാണോ? അത് ഇന്ത്യയിലാകമാനം എന്ത് ചെയ്തു? RT ആക്ട് 2009 ഇന്ത്യ ഗവൺമെൻറ് എന്താക്കി? ബാധകമാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി RT ആക്ട് എന്ന ഫുൾ ഫോം എന്നാണെന്നറിയോ? RTയുടെ ഫുൾ ഫോം എന്നാണെന്നറിയോ? RT റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കേട്ടോ. അത് ഇന്ത്യയിലാകമാനം എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അതായത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, അതായത് മലയാളം നിർബന്ധിതവും അതുപോലെ തന്നെ സൗജന്യവും നിർബന്ധിതവുമായിട്ടുള്ള വിദ്യാഭ്യാസം കേട്ടോ. അതാണ് ഉറപ്പ് നൽകുന്നത്. ഓക്കെ, അത് ഇന്ത്യയിലാകമാനം ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഓപ്ഷണൽ ആൻസർ കീ വന്നപ്പോൾ ഒരു തെറ്റുണ്ടായിരുന്നു. ഓപ്ഷൻ ബി എന്തായിരുന്നു എന്ന് പറഞ്ഞിരുന്നത്, പക്ഷേ റെക്ടിഫൈഡിനകത്ത് ശരിയായിട്ട് വന്നു. പ്രൊഫഷണൽ ആൻസർക്കകത്ത് തെറ്റാണ് പറഞ്ഞത്, പക്ഷേ റെക്ടിഫൈഡ് ആൻസർക്കകത്ത് ശരിയായിട്ട് വന്നു കേട്ടോ. ഇന്ത്യയിലാകമാനം എന്നുള്ളത് തെറ്റായിട്ട് വരികയുണ്ടായി കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ടീച്ചർ ലുക്കിനെ ക്ലാസ്സിൽ വെച്ച് കാരണം കൂടാതെ കുറ്റപ്പെടുത്തുകയും വിമർശിക്കുകയും ചെയ്തു. ടീച്ചർ മുന്നിൽ വന്ന് അവന് സ്വയം ഭാഗം ന്യായീകരിക്കാൻ കഴിഞ്ഞില്ല. പകരം വീട്ടിൽ ചെന്ന് തൻ്റെ തോകം അമ്മയോട് സഹോദരിയോടും കാണിച്ചു. ഇവിടെ ലുക്ക് ഉപയോഗിച്ച് സമായോജന തന്ത്രം ഏതാണ്? സി, പ്രക്ഷേപണം കേട്ടോ. ലുക്ക് ഉപയോഗിച്ച് എന്താണ്? പ്രക്ഷേപണമാണ് ഇവിടെ ഉപയോഗിച്ചത്. കാരണം നേരിട്ട് ഒരു കാര്യം ചെയ്യാതെ ഭാഗികമായിട്ട് എന്ത് ചെയ്തു? വീട്ടിൽ ചെന്ന് ഈ കാര്യം ആരോട് തീർത്തു? അപ്പൻ്റെ അമ്മയുടെ നെഞ്ചത്ത് തീർക്കുന്ന പറയുന്ന പേരാണ് ഈ പറഞ്ഞ സി കേട്ടോ. എന്താണ്? പ്രക്ഷേപണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി പശ്ചാത്ഗമനം എന്താണ്? റിഗ്രഷൻ എന്താണ്? പശ്ചാത്ഗമനം എന്താ? പശ്ചാത്ഗമനം സമായോജന എന്താണ് റിഗ്രഷൻ എന്ന് പറയുന്നത്? ഇവിടെ നമുക്ക് 9 എണ്ണോളം ഉണ്ട് കേട്ടോ. പശ്ചാത്ഗമനം വെച്ചാൽ പ്രശ്നങ്ങളെ നേരിട്ട് കൈകാര്യം ചെയ്യാതെ മുൻകാല സമായോജനത്തിലേക്ക് പോകുന്നതാണ് പശ്ചാത്ഗമനം. അതുപോലെ തന്നെ യുക്തീകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ യുക്തീകരിക്കുക, റാഷണലൈസേഷൻ. അതായത് എനിക്കിപ്പോൾ ഒരു കാര്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാക്കുകൾ വരി ന്യായീകരിക്കുന്നതാണ് യുക്തീകരണം എന്ന് പറയുന്നത്. പുളിക്കുന്ന മുന്തിരിങ്ങയും മധുരിക്കുന്ന നാരങ്ങയൊക്കെ ശൈലി. പ്രക്ഷേപണം എന്ന് പറഞ്ഞാൽ വളരെ അപകടകാരിയായിട്ടുള്ള ഒരെണ്ണമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് മറ്റൊരാളിൽ ചുമത്തി എന്ത് ചെയ്യുന്നു? നമ്മുടെ സ്വയം രക്ഷപ്പെടുന്ന രീതിയാണ് പ്രക്ഷേപണം എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെയുള്ള ബാക്കി ഓർത്തിരിക്കണം. ദമനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളിലൊതുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അബോധ മനസ്സിലേക്ക് നമ്മൾ അതിനെ വിടുന്നതിന് പറയുന്ന പേരാണ് ദമനം. നിഷേധം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നിഷേധിക്കുക.
പിന്നെ ഉദാത്തീകരണം എന്ന് പറഞ്ഞാൽ അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ ശക്തമായ സാമൂഹിക പാതയിലേക്ക് തിരിച്ചു. അതായത് എനിക്ക് ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? സമൂഹത്തിലിറങ്ങി സമൂഹത്തിൽ നന്മ പ്രവർത്തികൾ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അതൊരു പോസിറ്റീവ് തിങ്ങാണ്. പ്രക്ഷേപണം പറഞ്ഞു. താതാത്മീകരണം എന്ന് പറഞ്ഞാൽ എന്നെപ്പോലെ തന്നെ എനിക്ക് കഴിവില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? മറ്റൊരാളുടെ വിജയത്തിൽ ഭാഗമാകാൻ. ഇപ്പോൾ എനിക്ക് പഠിക്കാൻ കഴിവില്ല, പക്ഷേ എൻ്റെ ചേട്ടൻ പഠിച്ച് വലിയ ആളായി, അപ്പോൾ ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്നു. അതൊരു താതാത്മീകരണം കേട്ടോ. പിന്നെ ആക്രമണം, അത് ഭയങ്കര പ്രശ്നമുള്ളൊരു കാരണമാണ്, നെഗറ്റീവ് തിങ്ങാണ്. അത് നമുക്കറിയാലോ, മോഹഭംഗങ്ങളിൽ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നത്. എനിക്കത് വേണം അല്ലെങ്കിൽ എനിക്കിത് കിട്ടണം എന്നൊരു ചിന്തയിൽ നിന്നാണ് ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഇത് ഉണ്ടാവാം കേട്ടോ. പ്രത്യക്ഷ ആക്രമണവും പരോക്ഷ ആക്രമണവും അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷം എന്ന് വെച്ചാൽ നേരിട്ട് ചെയ്യുക, പരോക്ഷം എന്ന് വെച്ചാൽ നേരിട്ടല്ല. ഇപ്പം വഴക്ക് പറഞ്ഞ അച്ഛൻ്റെ മുന്നിൽ വെച്ച് ഗ്ലാസ് വലിച്ചെറിഞ്ഞത് പരോക്ഷം. വഴക്ക് പറഞ്ഞ ഇതേ കാര്യം ചെയ്ത കുട്ടിയെ അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള കൊച്ചിനെ ഇടിച്ച് മൂക്കുകയും ചോര വരുത്തിയത് പ്രത്യക്ഷം. കണ്ടോ, രണ്ട് സിറ്റുവേഷൻ. അച്ഛനെ കയറി തല്ലാൻ പറ്റത്തില്ലോ, അതുകൊണ്ടാണ് പരോക്ഷമായിട്ട് ചെയ്തത്. മറ്റേതാണെങ്കിൽ പ്രത്യക്ഷമായിട്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മാഗി ക്ലാസ്സിൽ ടീച്ചർ. ഓക്കെ, 24 അല്ലേ? ഓക്കെ, 24ാമത്തെ ചോദ്യം. മാഗി ക്ലാസ്സിൽ ടീച്ചർ നൽകുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമയത്ത് തന്നെ ചെയ്ത് തീർക്കുന്നതിൽ എപ്പോഴും ആനന്ദം കണ്ടെത്തുന്നു. പഠനത്തോടുള്ള കുട്ടിയുടെ ഇഷ്ടത്തെ സൂചിപ്പിക്കുന്നത് എന്താണ്? കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ബാഹ്യമാണോ, ആന്തരികമാണോ, നീതിയാണോ, മത്സര്യമാണോ? സ്വമേധയാ തോന്നിയതാ. അപ്പോൾ എന്താണത്? ആന്തരികം. ഇൻ കേസ് ഇനി ആരുടെയെങ്കിലും ഇപ്പോൾ ടീച്ചർ പറഞ്ഞു ഏറ്റവും ആദ്യം പ്രവർത്തനം ചെയ്യുന്ന ആൾക്ക് ഒരു സ്റ്റാർ തരും അല്ലെങ്കിൽ ഒരു മുട്ടായി തരും എന്നതിൻ്റെ പേരിലാണ് മാഗി ചെയ്യുന്നതെങ്കിൽ അതെന്തായിട്ട് മാറിയേനെ? ബാഹ്യമായി പോയേനെ. അല്ലെങ്കിൽ ബാഹ്യ മോടികളാലോ സമ്മാനങ്ങളാലോ പ്രശംസകളാലോ എന്ത് ചെയ്താലും അത് ബാഹ്യ അഭിപ്രേരണയാണ്. ബാക്കി സ്വന്തമായിട്ട് തോന്നുന്നതെല്ലാം ആന്തരിക അഭിപ്രേരണ. മോറൽ വാല്യൂ എന്താണെന്നറിയാലോ? നീതിക്ക് യുക്തി അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതാണ് മോറൽ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം അവസാനം നമ്മൾ പഠിപ്പിച്ചൊരു കാര്യം. നോക്കി, ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് ബോർഡ് അധ്യാപന ക്ലാസ്സിൽ സർവ്വസാധാരണ ഉപയോഗിക്കുന്ന ഒരു പഠനോപകരണമാണ്. ഇത്തരത്തിലുള്ളൊരു ബോർഡ് ഫലപ്രദമായി ക്ലാസ്സിൽ എങ്ങനെ വിനിയോഗിക്കാം? ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്ന വിഷയത്തിൽ അനിത ടീച്ചർ ഒരു പഠനം നടത്താൻ തീരുമാനിച്ചു. ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മനഃശാസ്ത്ര ഗവേഷണ രീതി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? കേസ് സ്റ്റഡി ആണോ, ക്ലിനിക്കൽ മെത്തേഡ് ആണോ, ക്രിയാഗവേഷണമാണോ, സോഷ്യോമെട്രി ആണോ? ഏതാണ്? ക്രിയാഗവേഷണം. കണ്ടോ, ക്ലാസ്സിൽ ഒരു പ്രശ്നത്തെ മുഖാമുഖം അധ്യാപകൻ നേരിടുമ്പോൾ അതിനടിസ്ഥാനമായിട്ടുള്ള കാരണങ്ങളെ ഒരു ഗവേഷക മനോഭാവത്തോടുകൂടി അപഗ്രഥിച്ച് നിഗമനത്തിലെത്തുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് ക്രിയാഗവേഷണം. ഇനി എന്താണ് കേസ് സ്റ്റഡി? ഇനി ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? അത് പറഞ്ഞിട്ട് പോകാം. ആരാണ് ക്രിയാഗവേഷണ ഉപജ്ഞാതാവ്? സ്റ്റീഫൻ എം കോറി. ഇനി കേസ് സ്റ്റഡി എന്താണ്? ഏക വ്യക്തി പഠനം. ഒരു വ്യക്തിയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ റിപ്പോർട്ട് തയ്യാറാക്കുന്നതാണ് ഏക വ്യക്തി പഠനം എന്ന് പറയുന്നത്. ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാലോ? എന്താ ക്ലിനിക്കൽ മെത്തേഡ്? അറിയത്തില്ലേ? പഠിപ്പിച്ചല്ലേ? ക്ലിനിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ട്രീറ്റ്മെൻറ്റ് രീതിയിലുള്ള മെത്തേഡ് കേട്ടോ. അത് കണ്ടുപിടിച്ച ആളാരാണ്? ക്ലിനിക്കൽ മെത്തേഡ് കണ്ടുപിടിച്ചത് ലിറ്റ്നർ വിമർ കേട്ടോ. ലിറ്റ്നർ വിമറാണ് ക്ലിനിക്കൽ മെത്തേഡ് കണ്ടുപിടിച്ചത്. ഇനി സോഷ്യോമെട്രി കണ്ടുപിടിച്ചത് ആരാണ്? സോഷ്യോമെട്രി ആരാ? ജെ.എൽ. മൊറീനോ കേട്ടോ. ജെ.എൽ. മൊറീനോ കണ്ടുപിടിച്ചത്. അതിൻ്റെ അത് എത്ര തരമുണ്ട്? ഒരാൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് പറയുന്ന പേര് ഏകാഗി. 2 പേരുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ദ്വന്ദ്ങ്ങൾ. ട്വിൻസ് 3 പേരാണെങ്കിൽ ക്ലിക്കുകൾ. ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യുവാണെങ്കിൽ സ്റ്റാർ. ഓക്കെ, എല്ലാം അറിയാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. പഠിതാവിൻ്റെ വിലയിരുത്തലിന് നീന്തരവും സമഗ്രമായിട്ടുള്ള വിലയിരുത്തലിനാണ് അവസരം ഒരുക്കിയിട്ടുള്ളത്. അതായത് CC. ഇതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള വിലയിരുത്തൽ രീതി ഏതാണ്? ഒരു ടേമിൻ്റെയോ വർഷത്തിൻ്റെയോ അന്ത്യത്തിൽ തന്നെ നടത്തുന്ന വിലയിരുത്തൽ, പഠനത്തോടൊപ്പം നിരന്തരം നടത്തുന്ന വിലയിരുത്തൽ, കുട്ടിയുടെ പഠന സന്നദ്ധതയുടെ വിലയിരുത്തൽ, മുകളിൽ സൂചിപ്പിച്ചവയെല്ലാം. നമുക്കറിയാലോ, കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് ഫ്രം ദി ബിഗിനിങ് ഓഫ് ദി അക്കാഡമിക് ടു ദി എൻഡ് ഓഫ് ദി അക്കാഡമിക് ഇയർ. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ആൻസർ. കാരണം എന്താണ്? ഒരു ടേമിൻ്റെയോ വർഷത്തിൻ്റെയോ ആദ്യത്തിലോ അന്ത്യത്തിലോ നമ്മൾ നടത്തണം, പഠനത്തോടൊപ്പം നടത്തണം, കുട്ടിയുടെ പഠന സന്നദ്ധത വിലയിരുത്തണം. സോ മുകളിൽ സൂചിപ്പിച്ച എല്ലാവയും ഇതിൻ്റെ ഉത്തരവാണ് ഓപ്ഷൻ സി കേട്ടോ. വിലയിരുത്തൽ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എത്ര തരം വിലയിരുത്തലുണ്ട് പൊതുവേ? പറഞ്ഞേ, എത്ര തരം വിലയിരുത്തലുണ്ട് പൊതുവേ? 3 തരം. ഏതൊക്കെ? ഓക്കെ, പഠനത്തെ തന്നെ വിലയിരുത്തൽ, പഠനത്തിനായുള്ള വിലയിരുത്തൽ, പഠനത്തെ വിലയിരുത്തൽ അല്ലേ? ഓരോന്നും എന്താണെന്ന് പഠിക്കണം, ഓർക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത ചോദ്യം. കുട്ടി നേടിയ അറിവിന്മേൽ നിരന്തരം പുതിയ അറിവ് ചോദിച്ചുകൊണ്ട് കൂടുതൽ ആഴത്തിലേക്കും വ്യാപ്തിയിലേക്കും പോകുന്നത് ഏത് പാഠ്യപദ്ധതിയുമായിട്ട്
രൂപപ്പെട്ടതാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേ സെൻറ്റൻസാണ്. ഏത് പാഠ്യപദ്ധതിയാണ്? ചാക്രീകരണമാണോ, പ്രതിക്രിയാ രീതിയാണോ, പ്രതിഫലനാത്മകമാണോ, രേഖീയമാണോ? ചാക്രീകരണം. കണ്ടുപിടിച്ചത് പ്രൂണർ. ഓക്കെ, അതും അറിയാം. ഓക്കെ, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ 3 കൂടിയുള്ളൂ കേട്ടോ. യാങ് പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടത്തിൽ ഏതിലാണ് സ്വയം കേന്ദ്രീകൃത അവസ്ഥ കുട്ടികളിൽ രൂഢമൂലമായിരിക്കുന്നത്? സ്വയം കേന്ദ്രീകരണം കേട്ടോ, അത് സ്വയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. എവിടെയാണ്? പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ പ്രാക് മനോവ്യാപാര ഘട്ടത്തിലാണ് ആ ഒരു കാര്യമുള്ളത്. അതായത് നമുക്കറിയാലോ, വൈജ്ഞാനിക വികസന ഘട്ടത്തെ പറ്റി കൂടുതൽ സ്റ്റഡി നടത്തിയൊരു വ്യക്തിയാണ് യാൻ പിയാഷെ, നമ്മുടെ +2 പിയാഷെ തന്നെ. അദ്ദേഹം പറഞ്ഞതാണ്, അതായത് സ്വയം അതായത് സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ തന്നെ ഉടുപ്പിടാനും അതുപോലെ തന്നെ ഡ്രസ്സ് ഇടുവാനും സ്വയമായിട്ട് പല്ല് തേക്കാനും അതുപോലെ തന്നെ ബാത്റൂം യൂസ് ചെയ്യുവാനും കഴുകുവാനും ഒക്കെ ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ നടക്കുന്ന എവിടെയാണ്? ഈ പറഞ്ഞ പ്രാഗ്മനോ അല്ലെങ്കിൽ പ്രീ ഓപ്പറേഷൻ സ്റ്റേജിലാണ് കേട്ടോ. പിന്നെ ഇന്ദ്രിയ ചാലഘട്ടമുണ്ട്, പ്രാക് മനോവ്യാപാരമുണ്ട്, മൂർത്ത മനോവ്യാപാരമുണ്ട്, ഔപചാരിക മനോവ്യാപാരമുണ്ട്. അതിൻ്റെ ഒരു കോളമുണ്ട്. ഇന്ദ്രിയ ചാലഘട്ടമാണ് 0 തൊട്ട് 2 വയസ്സ് വരെ, 2 തൊട്ട് 7 വയസ്സ് വരെയാണ് പ്രാക് മനോവ്യാപാരം, 7 തൊട്ട് 11 വയസ്സ് വരെയാണ് മൂർത്ത മനോവ്യാപാരം, ഔപചാരികമാണെങ്കിൽ 11 വയസ്സിന് ശേഷം കേട്ടോ. അത് ഓർത്തിരിക്കണം. അപ്പോൾ ഇത് ചോദ്യത്തിന് ചോദിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു കോളമൊക്കെ ഉണ്ട്, ആ കോളമൊക്കെ പഠിക്കണം കേട്ടോ. നമ്മുടെ പേജ് നമ്പർ ഇവിടെ എങ്ങാണ്ടുണ്ട് കേട്ടോ, ഏകദേശം ഒരു 40-അടുത്ത് കാണും. ഓക്കെ, ആ ഒരു കോളം നിങ്ങൾ പഠിച്ചിട്ട് വേണം പോകാൻ. അവിടുന്ന് ചോദ്യം സ്ഥിരം. പിന്നെയുള്ള ആനിമിസം കാണിക്കുന്ന എവിടെ? ആനിമിസം, അത് ഇപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യം. ആനിമിസം, അതായത് ജീവനില്ലാത്ത വസ്തുക്കളെ ജീവനുള്ളതായിട്ട് കണ്ടുകൊണ്ട് പെരുമാറുന്ന എവിടെയാ? പറഞ്ഞേ, എവിടെയാ? അതും പ്രീ ഓപ്പറേഷൻ പ്രാക് മനോവ്യാപാരമല്ലോ കേട്ടോ. ഇവിടെയുണ്ട് കേട്ടോ. ഇന്ദ്രിയ ചാലഘട്ടം, പ്രാക് മനോവ്യാപാരഘട്ടം, അതുപോലെ തന്നെ മൂർത്ത മനോവ്യാപാരഘട്ടം, അതുപോലെ തന്നെ ഔപചാരിക മനോവ്യാപാരഘട്ടം കേട്ടോ. ആ കാര്യത്തെപ്പറ്റി ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടുപിടിച്ച യാങ് പിയാഷെ കേട്ടോ. ഇനിയും ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പഠന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടീച്ചർമാർ ക്ലാസ്സിൽ ഗ്രൂപ്പ് പ്രവർത്തനങ്ങൾ നൽകാറുണ്ട്. ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് ഗ്രൂപ്പ് രൂപീകരണമാണ് ഫലപ്രദമായിട്ടുള്ള പഠനത്തിന് അനുയോജ്യമല്ലാത്തത്? ഉണ്ടോ, എടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അനുയോജ്യമല്ലാത്ത ഏതാണ്? 2 പേരുടെ ഗ്രൂപ്പാണോ, 3 പേരുടെ ഗ്രൂപ്പാണോ, 5 പേരുടെ ഗ്രൂപ്പാണോ, എല്ലാ കുട്ടികളും ചേർന്ന ഗ്രൂപ്പാണോ? അറിയാമല്ലോ, ഡി. ഇതെന്തോ പൊട്ടക്കണ്ണൻ മാവിൽ എറിഞ്ഞ പോലൊരു ചോദ്യം അല്ലേ? എല്ലാ കുട്ടികളും അറിഞ്ഞ ഗ്രൂപ്പ് നമ്മുടെ ക്ലാസ് മുറി തന്നെയല്ലേ, അതിനൊരു ഗ്രൂപ്പാക്കാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അടുത്ത ചോദ്യം. ഇച്ചിരി മാറി കട്ട് ചെയ്യുന്നു തോന്നുന്നു. ഇല്ല, ഉണ്ട്. വീട്ടിലെ മാലിന്യങ്ങൾ അയലത്തെ പുരയിടത്തേക്ക് വലിച്ചെറിയുന്ന സഹോദരിയോട് അമ്മൻ പറഞ്ഞു, ഇത് ശരിയല്ല, നമ്മുടെ വേസ്റ്റുകൾ നമ്മൾ തന്നെ സുരക്ഷിതമായി കൈകാര്യം ചെയ്യണം, അതാണ് ശരിയായിട്ടുള്ള രീതി. അമൻ്റെ ഈ നീതിബോധം കോൾബർഗിൻ്റെ നൈതിക വികാസത്തിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? വേസ്റ്റ് പറിച്ച് നീതിപൂർവ്വം കാര്യങ്ങൾ ചെയ്തു, അത് ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്? പോസ്റ്റ് കൺവെൻഷൻ. അല്ല, പൂർവ്വം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ശേഷമുള്ളതാണ്. ഇത് പോസ്റ്റാണ്, ഇത് സ്വന്തമായിട്ട് വന്നല്ലേ. അപ്പോൾ യാഥാസ്ഥിക അനന്തര സദാചാര ഘട്ടങ്ങളിൽ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിലാണ് നമ്മുടെ ആരുള്ളത്? അമനുള്ളത് കേട്ടോ. കുട്ടിയല്ലേ, അപ്പോൾ സഹോദരിയോട് അമൻ പറഞ്ഞു. അപ്പം കുട്ടിയാണ് അവൻ, അതുകൊണ്ട് തന്നെ പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിലാണ് നമ്മുടെ കൊച്ചി ഇപ്പോൾ ഉള്ളത്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ നൈതിക ബുദ്ധിയുമായിട്ട് കോൾബർഗിൻ്റെ കൺഫ്യൂസിങ് അല്ലേ, ചെറുതായിട്ട് കൺഫ്യൂസിങ് ഉണ്ട്. കാരണം നമുക്കറിയാം, നമ്മുടെ നൈതിക വികാസത്തിൽ ഹെയ്ൽസ് ഡിലമ എന്ന് പറഞ്ഞ കഥയിലൂടെയാണ് അദ്ദേഹം ഈ ഒരു കാര്യത്തെ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അതിലേക്ക് ഉത്തരങ്ങളിൽ എത്താൻ വളരെ പാടായിരുന്നു അല്ലേ. ശരി ഏത് തെറ്റെന്ന് ചോദിച്ചാൽ വി മൈറ്റ് ടു കൺഫ്യൂസിങ്. അപ്പോൾ നമുക്കും കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇവിടെ പറഞ്ഞത് നീതിബോധത്തോടുകൂടി അമൻ പെരുമാറുമ്പോൾ അതെപ്പോഴും എന്താണ്? പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിലാണ് ആ കൊച്ചുള്ളത് കേട്ടോ. നീതിബോധത്തോടുകൂടി പെരുമാറുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജും ആ ഒരു കോളവും നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസ്സിൽ ഒരുപാട് വന്നതാണ്, ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഈ ഒരു കോൾ കണ്ടോ, പ്രാക് യഥാസ്ഥിത സദാചാരഘട്ടം, പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിൽ, അതുപോലെ തന്നെ എന്താണ് യാഥാസ്ഥിക സദാചാരഘട്ടം, കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ്, യാഥാസ്ഥിതിക അനന്തര സദാചാരഘട്ടം, പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇവിടെ വന്നത് ഈ പറഞ്ഞ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി സ്റ്റേജിലാണ്. അത് പ്രായോഗികമായിട്ടുള്ള ആക്ഷേപത്തിനകത്ത് വരുന്നുണ്ടോ? തത്സമയ ചട്ടങ്ങൾ പാലിക്കുന്ന തത്സമയ താല്പര്യം മുൻനിർത്തി, പിന്നെ ഭാവിയിലെ അനുകൂലർക്ക് നന്നായിട്ട് പെരുമാറുന്നു, പിന്നെ നീതിയിഷ്ട പാരമ്പര്യം റെസിപ്രോസിറ്റി തുല്യമായി പങ്കിടുന്ന ഒരു KV രൂപത്തിന് പ്രതികരണം, അവിടെ നിന്നാണ് ആ ഒരു ചോദ്യം വന്നത് കേട്ടോ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇതാണ്, പോസ്റ്റ് കൺവെൻഷൻ മൊറാലിറ്റി സ്റ്റേജാണ്. മറ്റേത് കുറച്ചുകൂടി ഹയർ ഓർഡറാണ്, ഇത് പോസ്റ്റ് പ്രീ കൺവെൻഷൻ, ആ കാര്യം കൂടി ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് നോക്കണം, ഈ ഒരു ടേബിൾ പഠിക്കണം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. ഹെയ്ൽസ് ഡിലമ എന്ന് പറഞ്ഞ കഥയിലൂടെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി. സോ എങ്ങനെയുണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ എളുപ്പമല്ലായിരുന്നു, പാടുണ്ടായിരുന്നു. 25 വേളി എങ്ങനെ വാങ്ങിച്ചാലോ പഠിക്കുവാണെങ്കിൽ? ശരിയല്ലേ? ആരും മിണ്ടുന്നില്ലോ, ശരിയല്ലേ? എളുപ്പമല്ലേ?
അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കി എല്ലാ സെറ്റും നമ്മൾ ഡിസ്കസ് ചെയ്യും. ബാക്കി നമ്മൾ പുറകോട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ശരിക്കും ഒരു 5 വർഷത്തോളം നമ്മൾ റിപ്പീറ്റ് ചെയ്യും, ക്വസ്റ്റ്യനായിട്ടും ഡിസ്കഷനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക, പഠിക്കുക കേട്ടോ, സമയം തീരെ കളയാനായിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വയമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അതിലുള്ള ഉത്തരങ്ങൾ നിങ്ങൾ ഒരിക്കലും നോക്കരുത്, ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ മാത്രമേ നോക്കാവുള്ളൂ. ഓക്കെ.